ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു വിഭാഗം അതിൻ്റെ ഉത്ഭവകാലത്തും ഇപ്പോൾ വർത്തമാനകാലത്തും സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആശയങ്ങളെയും അത് നമ്മുടെ സമൂഹത്തിലുണ്ടാക്കുന്ന അപകടങ്ങളെയും ചുരുങ്ങിയ രീതിയിൽ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഇന്ന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ ഒരു ചർച്ചയുടെ ആവശ്യകത എന്താണ് എന്ന് പലപ്പോഴും നമുക്കൊക്കെ തോന്നും. തർക്കങ്ങൾ പറയണമെന്നില്ല, വിഭാഗീയത പറയല്ലേ എന്നൊക്കെ തോന്നും. നമ്മളിപ്പോൾ മഗ്‌രിബ് നിസ്കാരത്തിൽ എല്ലാ നിസ്കാരങ്ങളിലും അഊദു ഓതി ബിസ്മി ചൊല്ലി അള്ളാഹുവിനെ സ്തുതിച്ച് അവനെ പുകഴ്ത്തി നമ്മുടെ ഇബാദത്തും മറ്റും തവസ്സുലാക്കി നമ്മൾ അള്ളാഹുവോട് ദുആ ചെയ്ത ഒരു പ്രാർത്ഥന എന്തായിരുന്നു? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. പടച്ചവനെ, ചൊവ്വായ മാർഗത്തിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണമേ. ചൊവ്വായ വഴിയിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കും. ഇസ്ലാമിന്റെ പേരിൽ പല വഴികളും വരുമ്പോൾ ഏതാണ് ശരിയെന്നറിയാം, അല്ലെങ്കിൽ അതിലും ശരിയുണ്ട് ഇതിലും ശരിയുണ്ട്, അതല്ലെങ്കിൽ എല്ലാത്തിലും കുറെ തകരാറുണ്ട്, ഒന്നും ശരിയില്ല. ഇങ്ങനെ നമ്മൾ ഒരിക്കലും നട്ടം തിരിയാൻ പാടില്ല. നാം നിലകൊള്ളുന്ന ആദർശധാര അത് ഹഖായതാണ് എന്ന് നല്ല ഉറപ്പ് നമുക്കില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്കൊന്നും പരലോകത്ത് ഫലം കാണുകയില്ല. വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ഓതാൻ നിർദ്ദേശിക്കപ്പെട്ട സൂറത്തിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയാ. ഈ ആയത്തിന്റെ ഒരു വിശദീകരണം, പുണ്യകർമ്മങ്ങൾ ചെയ്ത് തഴമ്പിച്ച ക്ഷീണിച്ച ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകൾ തസ്ലാ നാറൻ ഹാമിയാ, നാളെ ആളിക്കത്തുന്ന നരകാഗ്നിയിൽ പ്രവേശിക്കും. അമല് ചെയ്തിട്ട് നരകത്ത് പോവാൻ. ഇതാരെ കുറിച്ചാണ് എന്ന ചർച്ചയിൽ തഫ്സീറുകളിൽ കാണാം. ഇത് വിശ്വാസം ക്ലിയറാക്കാതെ, നമ്മുടെ റൂട്ട് സിറാത്ത് ശരിയാക്കാതെ തന്റെ അമൽ കൊണ്ട് പരലോകത്ത് രക്ഷപ്പെടുമെന്ന് കരുതി പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. അത്തരക്കാരുടെ അമലിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ 2 ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന്, മരുഭൂമിയിലെ മരീചിക പോലെ ആയിരിക്കും അവരെ അമല്, അവർക്കത് എടുത്ത് ഉപയോഗിക്കാൻ കിട്ടില്ല. എന്താണ് ഈ മരീചിക എന്ന് പറഞ്ഞാൽ? നല്ല നട്ടുച്ച നേരത്ത് താറിട്ട റോട്ടിലേക്ക് നമ്മൾ ഇങ്ങനെ നോക്കിയാൽ ഒരു ഓളം വെട്ടുന്നത് പോലെ ഇങ്ങനെ കാണാം. വെള്ളമാണെന്ന് തോന്നും ദൂരേക്ക് നോക്കും. ജലക്ഷാമമുള്ള മരുഭൂമിയിൽ വെള്ളം മനസ്സിൽ കരുതി ദൂരേക്ക് നോക്കിയാൽ ഒരു കായല് പോലെ ഇങ്ങനെ ഓളം വെട്ടുന്നത് കാണാം. ദാഹിച്ചു വലഞ്ഞ മനുഷ്യൻ വെള്ളമാണെന്ന് കരുതി അങ്ങോട്ട് ചെല്ലുമ്പോൾ അത് അപ്പുറത്തായി. അവിടെ പോയി തിരിഞ്ഞു നോക്കിയാൽ നേരത്തെ നിന്നിടത്തായി. അയാള് തലങ്ങും വിലങ്ങും നടന്ന് അവസാനം നിരാശനാകുന്നത് പോലെ വിശ്വാസധാര റെഡിയാക്കാതെ തന്റെ അമലിൽ പ്രതീക്ഷ വെച്ച് പരലോകത്ത് വന്നവൻ അത് ഫലപ്പെടാതെ പോകുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു. വേറെ ഒരു ഉദാഹരണം അള്ളാഹു പറഞ്ഞത്, ഈമാൻ ശരിയാക്കാതെ നമ്മൾ അമല് ചെയ്താൽ ഖറമാദിൻ, അത് വെണ്ണീര് പോലെയാണ്, ചാരം പോലെ. ഒരു കർഷകൻ കുറെ ചാരം സംഘടിപ്പിച്ച് ഒരു കൂനയാക്കി വെച്ചു. ഒരു ചുഴലിക്കാറ്റ് വന്ന് ആ ചാരത്തെ മുഴുവനും അന്തരീക്ഷത്തിലേക്ക് പൊക്കിയെടുത്ത് പറത്തി കൊണ്ടുപോയാൽ കാറ്റിന് പാറിപ്പോകുന്ന വെണ്ണീര് നമ്മൾ പിന്നെ തിരിച്ചു പിടിച്ച് വാഴക്കിട്ട് കൊടുക്കാൻ പറ്റും?
ഇതുപോലെ വിശ്വാസത്തിന്റെ വഴി അതെന്തോ ആയാലും പാടില്ല, നിസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞ് അമല് ചെയ്യുന്ന ആളുകൾ പരലോകത്ത് ആവശ്യം വരുമ്പോ ഇത് ഉപകാരത്തിന് കിട്ടൂല. അപ്പൊ അതുകൊണ്ട് നാം നിലകൊള്ളുന്ന ആദർശധാര അത് ഹഖായത് തന്നെയാണോ എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കൽ നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. അപ്പൊ അതുകൊണ്ട് ഒളുവും കുളിയും നിസ്കാരവും കുടുംബജീവിതം ഒക്കെ പഠിക്കുന്ന കൂട്ടത്തിൽ അതിനേക്കാൾ പ്രാധാന്യത്തോടെ നമ്മുടെ വിശ്വാസത്തിന്റെ റൂട്ട് സിറാത്തുൽ മുസ്തഖീം തന്നെയാണ് എന്ന് നമുക്ക് ദൃഢവിശ്വാസം. അതിനുവേണ്ടിയാണ് നമ്മുടെ വഅളു പരമ്പരകളിൽ ഈ പ്രത്യേക കാലഘട്ടത്തിൽ ഇത്തരം വിഷയങ്ങളെ കൂടി പരാമർശിക്കുന്നത് എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മതമാണ്. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ എന്തൊക്കെയാണ് അവൻ വിശ്വസിക്കേണ്ടത്, അവന്റെ അനുഷ്ഠാന മുറകൾ എന്തൊക്കെയാണ്, അവന്റെ വ്യക്തി ജീവിതം എങ്ങനെയാണ്, അവന്റെ കുടുംബജീവിതം എങ്ങനെയാണ്, സാമൂഹ്യ ബന്ധങ്ങൾ എങ്ങനെയാണ്, സാമ്പത്തിക വ്യവഹാരങ്ങൾ എപ്രകാരമാണ്, ഇങ്ങനെ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളെയും സമഗ്രമായി നമ്മളെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. അതോടൊപ്പം നമ്മുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കണമെന്ന് വിശദീകരിക്കുന്ന ഒരു ജീവിത വ്യവസ്ഥിതിയാണ് ദീനുൽ ഇസ്ലാം. അതിന് 3 ഭാഗങ്ങളാണ് അള്ളാഹു സംവിധാനിച്ചത്. അതിലൊന്നാമത്തേത് ഉസൂലുദ്ദീൻ എന്നറിയപ്പെടുന്ന അടിസ്ഥാന വിശ്വാസ സിദ്ധാന്തങ്ങൾ. രണ്ടാമത്തേത് ഫുറൂഉദ്ദീൻ, മതം വിഭാവനം ചെയ്യുന്ന അനുഷ്ഠാന കർമ്മങ്ങളാണ്, നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്. മൂന്നാമത്തേത് അഖ്ലാഖുദ്ദീൻ, മതം നിർദ്ദേശിക്കുന്ന പെരുമാറ്റ ശാസ്ത്രം, വ്യക്തികളോട്, കുടുംബത്തോട്, അയൽവാസികളോട്, ഇതര സമുദായങ്ങളോട്, തൊഴിലാളിയോട്, മുതലാളിയോട്, മുത്തഅല്ലിമിനോട്, ഉസ്താദിനോട്, ഇങ്ങനെ എല്ലാവരോടും എങ്ങനെ പെരുമാറും. ഇത് 3ഉം ഉൾച്ചേരുന്നതോടെ സമ്പൂർണമായ ഒരു ജീവിത പദ്ധതിയായി പരിശുദ്ധ ഇസ്ലാമിനെ നമുക്ക് ദർശിക്കാൻ കഴിയും. ഈ ഇസ്ലാമിക ജീവിതം നമ്മൾ നയിച്ചാൽ എന്താണ് നമുക്കതുകൊണ്ടുള്ള നേട്ടമായി ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്? ഇസ്ലാം അവതരിപ്പിച്ച വിശ്വാസ കാര്യങ്ങളെയും അനുഷ്ഠാന കർമ്മങ്ങളെയും സ്വഭാവ മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിച്ച് ജീവിക്കുന്നവർക്ക് മനുഷ്യനെ അല്ലാഹു ആദ്യം പടച്ച അവന്റെ തറവാടാകുന്ന സ്വർഗം, ആ സ്വർഗത്തിലേക്ക് നമ്മെ തിരിച്ചെടുക്കുന്നു. അപ്പൊ അതിനു വേണ്ടി അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ് അവന്റെ വിധിവിലക്കുകൾ മാനിച്ച് നമ്മൾ ജീവിക്കുക, അത് മുഖേന അള്ളാഹുവിന്റെ തൃപ്തി സമ്പാദിക്കുക, അങ്ങനെ നമ്മുടെ തറവാടാകുന്ന സ്വർഗത്തിലേക്ക് തിരിച്ചെത്തുക. ഇതാണ് മനുഷ്യനെ ഭൂമിയിൽ ഇറക്കിയപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ള ലക്ഷ്യം. അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കാൻ പോകുമ്പോൾ തന്നെ മലക്കുകളോട് ഞാൻ ഭൂമിയിൽ എന്റെ പ്രതിനിധിയായി മനുഷ്യനെ പടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥവും ഇതാണ്. ഭൂമി ലോകത്ത് അള്ളാഹുവിന്റെ ആസ്തിക്യം ഉദ്ഘോഷിക്കുകയും അവന്റെ വിധിവിലക്കുകൾ മാനിച്ച് ജീവിക്കുകയും ചെയ്ത് അവന്റെ തൃപ്തി നേടി സ്വർഗത്തിലേക്ക് തന്നെ തിരിച്ചു പോകാൻ അള്ളാഹു നമുക്ക് തന്ന അവസരമാണ് ഈ ഐഹിക ലോകത്തെ ജീവിതം. അപ്പൊ നമ്മുടെ ലക്ഷ്യം ഇതാണ്. അതേ സമയത്ത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു കക്ഷി, അത് ഒരു ഇസ്ലാമിക പ്രസ്ഥാനമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അത് ഉടലെടുക്കുന്നത് 1941 ഓഗസ്റ്റ് മാസം ലാഹോറിൽ വെച്ചാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംഘടന രൂപം പ്രാപിക്കുന്നത്. ആ പശ്ചാത്തലം നമുക്കറിയാം. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അപ്പൊ 41 എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഇങ്ങനെ സ്വാതന്ത്ര്യം മണക്കണ ഒരു സമയമാണ്.
ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോകൂലേ, പോകാനാണ് സാധ്യത എന്നൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്ത് അവര് പോയാൽ ആരാ അവിടെ വരിക, ആരാ ഭരിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അബുൽ അഅ്ല മൗദൂദി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന് ഒരു എളിയ മോഹം. നമുക്ക് കുറ്റം പറഞ്ഞൂടെ, എല്ലാവർക്കും അങ്ങനത്തെ താല്പര്യങ്ങളൊക്കെ. അത് മറ്റൊന്നുമല്ല, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകുകയാണെങ്കിൽ ഒരു ഭരണാധികാരിയായി തനിക്ക് ഇവിടെ ഒന്ന് വാഴാൻ അവസരം കിട്ടുമോ എന്നൊരു മോഹം അയാളെ മനസ്സിൽ വെച്ചു. ഭരണം ലഭിക്കണമെങ്കിൽ ജനങ്ങളുടെ പിന്തുണ വേണം. ജനങ്ങളുടെ പിന്തുണക്ക് എന്തെങ്കിലും പ്രത്യയശാസ്ത്രപരമായ ഒരു പിൻബലം ആവശ്യമാണ്. ഇന്ന് നമുക്കറിയാം, ഇന്ത്യ രാജ്യത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ ഭൂരിപക്ഷ മതസമുദായത്തിന്റെ പിന്തുണ നേടിയിട്ടാണ് അവരധികാരത്തിൽ തുടർന്ന് പിടിച്ചു നിന്ന് പോകുന്നത്. അതൊരു രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമാണ്. ഇതേപോലെ ബ്രിട്ടീഷുകാർ വിട്ടേച്ചു പോകുന്ന ഇന്ത്യയിൽ, അവിഭക്ത ഇന്ത്യ ആണല്ലോ അന്ന്, പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ ഉൾപ്പെടുന്ന ഇന്ത്യ, മുസ്ലിങ്ങൾക്ക് നല്ല സ്വാധീനമുള്ള ഇന്ത്യ. ആ ഇന്ത്യയിൽ മൗദൂദി സാഹിബിന് ഭരണാധികാരി ആവണമെങ്കിൽ പ്രത്യയശാസ്ത്രപരമായ ഒരു പിന്തുണ വേണം എന്ന് മനസ്സിലാക്കി കുശാഗ്ര ബുദ്ധിമാനായ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലക്ക് അദ്ദേഹം രാഷ്ട്രീയ ഇസ്ലാം എന്നൊരാശയം മുന്നോട്ട് വെച്ചു. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഇസ്ലാം? നേരത്തെ നമ്മൾ പറഞ്ഞ ഇസ്ലാമിന്റെ ലക്ഷ്യത്തിൽ നിന്ന് ഇസ്ലാമിനെ മാറ്റിയിട്ട് അല്ലാഹു തആല ഒരു മുസ്ലിമിന്റെ ജീവിത ലക്ഷ്യമായി നിശ്ചയിച്ചത് അവൻ ഏത് രാജ്യത്താണോ താമസിക്കുന്നത് ആ നാട് മുസ്ലിം രാഷ്ട്രമാക്കി മാറ്റുക. ഇതാണ് ഒരു മുസ്ലിമിന്റെ ജീവിത ലക്ഷ്യം. നേരത്തെ നമ്മൾ പറഞ്ഞ വിശ്വാസ കാര്യങ്ങളും അനുഷ്ഠാന കർമ്മങ്ങളുമെല്ലാം ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ ട്രെയിനിങ്ങും പരിശീലനവും മാത്രമാണ്. അങ്ങനെ ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാതെ ഒരിക്കലും ഒരാൾ യഥാർത്ഥ വിശ്വാസിയാവുകയില്ലെന്നും അതുകൊണ്ട് ആ രാജ്യ സ്ഥാപനത്തിന് വേണ്ടി മരണം വരെ അടരാടലും പോരാടലും അവന് നിർബന്ധമാണെന്നും അതിന്റെ പേരാണ് ഇസ്ലാമിലെ അൽ ജിഹാദ് എന്നുമുള്ള ഒരാശയമാണ് മൗദൂദി സാഹിബ് ഇന്ത്യയിൽ മുന്നോട്ട് വെച്ചത്. ഇതെന്തിനാ? അദ്ദേഹത്തിന് ഭരണം കിട്ടാൻ ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ പിന്തുണ ഉണ്ടാവണം. ഇതിനു വേണ്ടിയാണ് ഈ ഒരാശയം അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാം, ശരിയായ ഇസ്ലാമിനെ പൊളിച്ചെഴുതി അതിന്റെ ലക്ഷ്യവും താല്പര്യങ്ങളൊക്കെ മാറ്റിമറിച്ച് അതിനെ കേവലം ഒരു രാഷ്ട്രീയ മതമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, 100,000 ചില്ലാനം പ്രവാചകന്മാരിവിടെ കഴിഞ്ഞുപോയി. ഏതെങ്കിലും പ്രവാചകർ തന്റെ പ്രബോധനത്തിന്റെ ഇടയിൽ ഈ പ്രബോധന ദൗത്യത്തിന്റെ ലക്ഷ്യം ഇവിടെ ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കലാണ് എന്ന് ഇവിടെ പ്രചരിപ്പിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ പോകട്ടെ, ഇസ്ലാമിക രാഷ്ട്രം എന്ന നിലയ്ക്ക് ഒരു വ്യവസ്ഥാപിത രാജ്യം സ്ഥാപിച്ചവർ തന്നെ ലക്ഷത്തിൽ പരം വരുന്ന പ്രവാചകന്മാരിൽ നമുക്കറിയാവുന്നത് വിരലിൽ എണ്ണാൻ പോലും ഇല്ലാത്ത അത്ര പ്രവാചകന്മാരെ അല്ലേ? സയ്യിദുനാ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം കുറഞ്ഞ ഭൂപ്രദേശം ഭരിച്ചിട്ടുണ്ട്. അവിടുത്തെ മകൻ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകം മുഴുവനും അടക്കി ഭരിച്ചിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ചെറിയ ഒരു ഭൂപ്രദേശത്തെ ഭരണം നിയന്ത്രിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഏതാനും പേര് കഴിഞ്ഞാൽ സ്വന്തമായി സമഗ്രമായ വ്യവസ്ഥാപിതമായ ഒരു രാഷ്ട്രം സ്ഥാപിച്ച പ്രവാചകന്മാരെ പേര് നമുക്ക് വേറെ പറയാൻ കിട്ടുമോ? ഇവര് പറഞ്ഞതായിരുന്നു ഒരു മുസ്ലിമിന്റെ ജീവിത ലക്ഷ്യമെങ്കിൽ ഈ പ്രവാചകന്മാരെങ്കിലും ആ ലക്ഷ്യം നേടിയിട്ടല്ലേ മരിക്കാൻ പാടുള്ളൂ. അവരാരും ഇവിടെ വന്ന് ഒരു രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യം നേടി പോയിട്ടില്ല എങ്കിൽ അതല്ല ഒരു മുസ്ലിമിന്റെ ജീവിത ലക്ഷ്യം.
പിന്നെ അള്ളാഹുവിന് ഭൂമിയിൽ അധികാരമുണ്ടാകാൻ അവിടുത്തെ ഭരണാധികാരി മുസ്ലിം ആകണമെന്നുണ്ടോ? ഇന്ത്യയിൽ അള്ളാഹ്ക്ക് ഭരണല്ലേ? അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലല്ലേ ലോകം മുഴുവനും? അതിന് ആ ഭൂതുണ്ടിന്റെ ഭരണാധികാരി ഒരു മുസ്ലിം ആകണമെന്നുണ്ടോ? ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ. പറയൂ, നയപ്രഖ്യാപനം, എല്ലാ അധികാരത്തിന്റെയും എല്ലാറ്റിന്റെയും ഉടമസ്ഥൻ അല്ലാഹുവാണ്. അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അവൻ ഉദ്ദേശിച്ചതിന്റെ ഉടമാവകാശം താൽക്കാലികമായവൻ കൊടുക്കുന്നു. അവൻ ഉദ്ദേശിച്ചവരിൽ നിന്ന് തിരിച്ചു വാങ്ങുന്നു. പിന്നെ അവൻ ഉദ്ദേശിച്ചവർക്ക് അതിനെ കൊടുക്കുന്നു. ഭൂമിയുടെ ചരിത്രം പരിശോധിച്ചാൽ അങ്ങനെയല്ലേ ഉള്ളത്. അള്ളാഹുവിന്റെ അധികാരത്തിന് ഇവിടെ വേറെ ആര് ഭരിച്ചാലും ഒരു കോട്ടവുമില്ല. അവൻ തന്നെയാണ് ഭൂമിയും ആകാശവും ഈ പ്രപഞ്ചം മുഴുവനും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രവാചകന്മാരാരും ലക്ഷ്യമായി പഠിപ്പിക്കാത്ത ഒരു കാര്യത്തെ ഒരു മുസ്ലിമിന്റെ ജീവിത ലക്ഷ്യമായി പ്രഖ്യാപിച്ച് ഇസ്ലാമിന്റെ പവിത്രമായ ജിഹാദ് എന്ന ആശയത്തെ തെറ്റായി വ്യാഖ്യാനിച്ച് ലോകത്ത് ഇസ്ലാമിന് ഒരു ഭീകര പ്രസ്ഥാനമായി, ഒരു നാട്ടിലും സ്വാസ്ഥ്യം കൊടുക്കാതെ അവിടെ സമരം ചെയ്ത് ആ നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കും വിധം ഇസ്ലാമിനെ പരിചയപ്പെടുത്തുകയാണ് മൗദൂദി സാഹിബ് ചെയ്തിട്ടുള്ളത്. അത് അദ്ദേഹത്തിന്റെ തന്നെ പുസ്തകത്തിൽ നിന്ന് ഞാനൊന്ന് നോക്കി വായിക്കാം. ഇത് ഖുതുബാത്ത് എന്ന പേരിൽ മൗദൂദി നടത്തിയ പ്രഭാഷണങ്ങളുടെ സമാഹാരം കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി പുറത്തിറക്കിയിട്ടുള്ള പുസ്തകമാണ് ഈ ഖുതുബാത്ത്. ഇതിന്റെ 299 പേജ് മുതൽ ഇതിലവർ വിശദമായി എഴുതുന്നത് എന്താണ് ഒരു മുസ്ലിമിന്റെ ജീവിത ലക്ഷ്യമായി മൗദൂദി അവതരിപ്പിച്ചത് എന്ന കാര്യമാണ്. ഇതിൽ പറയുന്നു, മുസ്ലിം സഹോദരങ്ങളെ, കഴിഞ്ഞ പ്രസംഗങ്ങളിലെല്ലാം ഒരു സംഗതിയെക്കുറിച്ച് ഞാൻ അടിക്കടി നിങ്ങളെ അനുസ്മരിപ്പിച്ചുകൊണ്ടിരുന്നു. അതെന്തെന്നാൽ അള്ളാഹു നമ്മുടെ മേൽ നിർബന്ധമാക്കിയതും ഇസ്ലാമിന്റെ നെടും തൂണുകളായി നിശ്ചയിച്ചിട്ടുള്ളതുമായ നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് എന്നീ ആരാധനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് കൊണ്ട് മാത്രം അള്ളാഹു തൃപ്തിപ്പെടാൻ പോകുന്നില്ല. ഇതര മതങ്ങളിലെ എന്ന പോലെ വെറും ചില പൂജകളോ വഴിപാടുകളോ തീർത്ഥയാത്രകളോ അല്ല ഇസ്ലാമിന്റെ ഇബാദത്തുകൾ. പ്രത്യുത മഹത്തായ ഒരു ഉദ്ദേശത്തെ മുൻനിർത്തി നമ്മെ ഒരുക്കുകയും മഹത്തായ ഒരു കൃത്യനിർവഹണത്തിനായി നമ്മെ പരിശീലിപ്പിക്കുകയുമാണ് വാസ്തവത്തിൽ അവ ചെയ്യുന്നത്. ആ ഒരുക്കത്തെയും പരിശീലനത്തെയും കുറിച്ച് വേണ്ടുവോളം നാം പ്രതിപാദിച്ചു കഴിഞ്ഞു. ഇനി ആ ലക്ഷ്യം നിങ്ങളെ അറിയിക്കേണ്ട സമയം ആസന്നമായിരിക്കുന്നു. എന്താണ് ആ ലക്ഷ്യം? ചുരുക്കത്തിൽ ഇത്രമാത്രം മനസ്സിലാക്കുക: മനുഷ്യന്റെ മേൽ മനുഷ്യന്റെ ആധിപത്യം ഉന്മൂലനം ചെയ്ത് അള്ളാഹുവിന്റെ മാത്രം ആധിപത്യം സ്ഥാപിക്കുക എന്നതാണ് ആ ലക്ഷ്യം. അപ്പൊ ജനാധിപത്യം പോലുള്ള ഭരണ സംവിധാനങ്ങളെ മാറ്റി ആ നാട്ടിൽ ദൈവികമായ ഭരണം സ്ഥാപിക്കുക എന്നതാണ് നിസ്കാരം ഉൾപ്പെടെയുള്ള ഇബാദത്തുകളെല്ലാം നമുക്ക് നിർദ്ദേശിച്ചതിലൂടെ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ് മൗദൂദി പറഞ്ഞു വെക്കണം. എന്നിട്ട് അദ്ദേഹം തുടരാണ്: അള്ളാഹുവിന്റെ അടിമകളുടെ നേതൃത്വവും നിയന്ത്രണവും സ്വയം ഏറ്റെടുക്കുകയും രഹസ്യവും പരസ്യവും അറിയുന്ന അള്ളാഹുവിന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരുമെന്ന ബോധത്തോടെ അവന്റെ നിയമമനുസരിച്ച ഭരണം സ്വയം ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുക എന്നത് നിങ്ങളുടെ മേൽ സ്വയം നിർബന്ധമായി തീർന്നിരിക്കുന്നു. ഈ ലക്ഷ്യപ്രാപ്തിക്കുള്ള അശ്രാന്ത പരിശ്രമത്തിനും ത്യാഗത്തിനുമാണ് ഇസ്ലാമിന്റെ ഭാഷയിൽ ജിഹാദ് അഥവാ സമരമെന്ന് പറയുന്നത്.
അപ്പൊ ഒരു മുസ്ലിം രാജ്യം, ഇവര് സിദ്ധാന്തിക്കുന്ന ഒരു ഇസ്ലാമിക രാജ്യം, ആ രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള പടയൊരുക്കത്തിന്റെ പേരാണ് ഇസ്ലാമിലെ ജിഹാദ്. അതുകൊണ്ട് മുസ്ലിങ്ങൾ ഏത് നാട്ടിലാണെങ്കിലും അവരെ നിസ്കാരവും മറ്റ് ഇബാദത്തുകളൊക്കെ ഈ രാജ്യം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു ട്രെയിനിങ് ആണ്. എന്നിട്ട് ഒന്നുകൂടി അയാൾ വ്യക്തമായി പറയാണ്, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് എന്നീ ആരാധനാ കർമ്മങ്ങൾ നിങ്ങളുടെ മേൽ നിർബന്ധമാക്കിയതിൽ ഇതേ ഒരുക്കങ്ങളും പരിശീലനങ്ങളും ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. ഏത്? ഭരണം പിടിച്ചെടുക്കാനുള്ള ട്രെയിനിങ് ആണ്. ഇവിടത്തെ ഭരണകൂടങ്ങളെല്ലാം തങ്ങളുടെ പട്ടാളം, പോലീസ്, സിവിൽ സർവീസ് മുതലായ വകുപ്പുകളിലേക്ക് തെരഞ്ഞെടുക്കുവാൻ ഉദ്ദേശിക്കുന്ന ജനങ്ങൾക്ക് ആദ്യമായ ഒരു പ്രത്യേകതരം പരിശീലനം നൽകുകയും അനന്തരം അവരെ അതാത് ജോലികളിൽ നിയമിക്കുകയും ചെയ്യുന്നത് പോലെ ഇസ്ലാമും അതിലെ നാനാവിധ ഉദ്യോഗങ്ങളിൽ നിയമിക്കാൻ ഉദ്ദേശിക്കുന്ന ജനങ്ങൾക്ക് പ്രഥമമായി ഒരു പ്രത്യേക വിധം പരിശീലനം നൽകുകയും പിന്നീട് അവരെ കൊണ്ട് സമരത്തിനും അള്ളാഹുവിന്റെ ആധിപത്യത്തിനുമുള്ള സേവനം ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളോട് ഈ നിസ്കരിക്കാനും നോമ്പൊൽക്കാനും ഹജ്ജ് ചെയ്യാനും ബാങ്ക് കൊടുക്കാനും ഒക്കെ കൽപ്പിച്ചെന്തിനാ? ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു ട്രെയിനിങ് ആണ്. അങ്ങനെ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഈ ട്രെയിനിങ് കിട്ടിയ ആളുകളെയാണ് നമ്മൾ ഉദ്യോഗ സ്ഥലത്തിൽ IPS കാരോ IAS കാരോ ഒക്കെ ആയിട്ട് നിയോഗിക്കുക. ഇതാണ് ആവേശം കൊള്ളിച്ച് ഇന്ത്യ ബ്രിട്ടീഷുകാർ വിട്ടുപോണ സമയത്ത് എന്റെ നേതൃത്വത്തിൽ വരാൻ പോകുന്ന ഒരു രാജ്യത്ത് നിങ്ങളൊക്കെ ആയിരിക്കും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ, അതിനാണ് നിങ്ങൾക്ക് ഈ നിസ്കാരം കാര്യമൊക്കെ തന്നത് എന്ന. എത്രത്തോളം ബാങ്ക് പോലും സൈനിക പരിശീലനത്തിന്റെ ഭാഗമാണ് എന്നാണ് മൗദൂദി എഴുതുന്നത്. ഇതേ ഖുതുബാത്തിന്റെ 157 പേജിൽ അയാൾ എഴുതുകയാണ്, ബാങ്കിന്റെ ഉദ്ദേശം എന്താണ്? ബാങ്കിന്റെ ശബ്ദം കേൾക്കുന്ന മാത്രയിൽ എല്ലാവരും താങ്കളുടെ സകല ജോലികളും നിർത്തിവെച്ച് പള്ളിയിലേക്ക് പുറപ്പെടണമെന്നാണ് കൽപ്പന. ഈ ക്ഷണം കേട്ടിട്ട് നാനാഭാഗത്തുനിന്നും മുസ്ലിങ്ങൾ ദ്രുതഗതിയിൽ പുറപ്പെട്ട് ഒരു കേന്ദ്രത്തിൽ സമ്മേളിക്കുന്നു. തന്മൂലം അവരുടെ ഹൃദയത്തിൽ ഒരു സേനാ വിഭാഗത്തിനുണ്ടാകുന്ന മനോവികാരം ഉത്ഭൂതമാകുന്നു. യോദ്ധാക്കൾ എവിടെയായിരുന്നാലും കാഹള ശബ്ദം കേൾക്കുന്ന മാത്രയിൽ സേനാ നായകൻ വിളിക്കുന്നുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നു. അതോടെ എല്ലാവരുടെയും ഹൃദയത്തിൽ സേനാധിപന്റെ ശാസനകൾ അനുസരിക്കുക എന്ന ഏക വിചാരവും വികാരവും ഐക്യരൂപവും ഉണ്ടായിത്തീരുന്നു. അങ്ങനെ ബാങ്ക് കേട്ട് ഇങ്ങനെ പള്ളിക്കട് പോയിരുന്നത് സൈനിക നേതാവ് വിസിലടിക്കുമ്പോൾ ഓടി വരുന്നതിന്റെ മറ്റൊരു രീതിയാണ്. ഇതൊക്കെ ഇസ്ലാമേതര സമൂഹങ്ങള് കേട്ടാൽ എന്താ മനസ്സിലാക്കുക? നമ്മളെ ഈ നിസ്കാരം, നമ്മളെ ഈ ബാങ്കൊക്കെ ഈ രീതിയിൽ ഈ രാജ്യത്തെ ഭരണം അട്ടിമറിച്ച് മൗദൂദിയൻ ഭരണം സ്ഥാപിക്കാൻ വേണ്ടിയാണ് എന്ന് അവര് വിചാരിച്ച് ഇസ്ലാമിനെ വിമർശിക്കാൻ വന്നാൽ നമുക്ക് അവരെയാണോ കുറ്റപ്പെടുത്താൻ പറ്റുക? എത്ര അബദ്ധ ജടിലമായ അപകടകരമായ ഒരു വാദമാണ് ജമാഅത്തെ ഇസ്ലാമി ഈ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിനവർ പറയുന്ന ന്യായം എന്താണ്? ഇസ്ലാം സമഗ്രമാണ്, അതുകൊണ്ട് ഇസ്ലാമിൽ ഭരണ സംവിധാനമുണ്ട്, അതുകൊണ്ട് ആ ഭരണവും കൂടി സ്ഥാപിക്കുമ്പോഴേ നമ്മൾ യഥാർത്ഥ മുസ്ലിമായി തീരുള്ളൂ എന്നാ പറയുന്നത്. ഇസ്ലാം സമഗ്രമാണ് എന്നത് കലിമത്തു ഹഖ്, സത്യസന്ധമായൊരു വാക്കായി, നമുക്ക് തർക്കല്ല. അതിനർത്ഥം ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാ സ്ഥലത്തും നമ്മൾ നടപ്പാക്കിക്കോളന്നല്ല. ഇപ്പൊ നമുക്ക് ഒട്ടകത്തിന് സക്കാത്ത് കൊടുക്കണം എന്നുണ്ട് ഇസ്ലാം, അല്ലേ? അതിന്റെ അർത്ഥം ഒട്ടകത്തെ വാങ്ങി പോറ്റി സക്കാത്ത് കൊടുത്തെങ്കിലേ നമ്മൾ മുസ്ലിം ആവുള്ളൂ. ഒട്ടകം നമ്മളെ ഉടമസ്ഥാവകാശത്തിലേക്ക് ഒരു 5 ഒട്ടകം ഉണ്ടായാൽ അന്നൊരാടിനെ സക്കാത്ത് കൊടുക്കണം, അത് ഉണ്ടായാൽ കൊടുക്കണം. ഇതുപോലെ മുസ്ലിങ്ങൾക്ക് ഒരു ഭരണ സംവിധാനം വന്നു കിട്ടിയാൽ അതിനെ എങ്ങനെ ചിട്ടപ്പെടുത്തണം, എങ്ങനെ ഭരിച്ചു കൊണ്ടുപോകണം, ഇതിന് കൃത്യമായ നിർദ്ദേശം ഇസ്ലാമിലുണ്ട്. ഒരാൾ വിവാഹം ചെയ്താൽ ആ കുടുംബത്തെ എങ്ങനെ അവൻ മുന്നോട്ട് കൊണ്ടുപോകണം ഇസ്ലാമിലുണ്ട്. ഇങ്ങനെ ഏത് മേഖലയിൽ നമ്മൾ എത്തിയാലും അവിടെ എങ്ങനെ പ്രവർത്തിക്കണം ഇസ്ലാമിൽ നിയമമുണ്ട്. ഇനി ഒരു ഇസ്ലാമേതര രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ അവിടെ എങ്ങനെയാണ് ഒരു മുസ്ലിം ജീവിക്കേണ്ടതെന്ന് നിയമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകെ 23 കൊല്ലല്ലേ
പ്രവാചകത്വ ലബ്ധിക്ക് ശേഷം ജീവിച്ചത്. അതിൽ 13 കൊല്ലവും ഇസ്ലാമേതര രാജ്യത്തിലെ ജീവിച്ചത്. ആ കാലഘട്ടത്തിൽ എത്ര മുസ്ലിങ്ങൾ മരിച്ചു പോയിട്ടുണ്ട്? അവർക്കൊക്കെ ലക്ഷ്യം നേടാൻ സാധിക്കാതെ പോയതാണോ? അല്ല. അപ്പൊ ഒരു ഭരണം സ്ഥാപിച്ചെടുക്കുക എന്നത് ഒരു മുസ്ലിം ജീവിതത്തിന്റെ ലക്ഷ്യമല്ല. അള്ളാഹുവിന്റെ പൊരുത്തം നേടി അവനെ സ്മരിച്ച് അവന്റെ നിയമങ്ങൾ സാധ്യമാകുന്ന വിധത്തിലൊക്കെ പാലിച്ച് ജീവിക്കുകയും അവന്റെ പൊരുത്തം നേടി സ്വർഗത്തിൽ എത്തിച്ചേരുകയും ചെയ്യുക, ഇതാണ് ഒരു മുസ്ലിമിന്റെ ജീവിത ലക്ഷ്യമായി നമ്മൾ കാണുന്നതെങ്കിൽ മൗദൂദിയൻ സിദ്ധാന്തം അനുസരിച്ച് ഇസ്ലാമിന്റെ ലക്ഷ്യത്തെ അട്ടിമറിച്ച് അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാക്കി അതിനെ മാറ്റി എന്നുള്ളതാണ്. അതിലേറെ അപകടകരമായിട്ടുള്ളത് ആ രാജ്യം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയുള്ളതാണ് ഇസ്ലാമിലെ ജിഹാദ് എന്ന അപകടകരമായ ഒരു വാദവും കൂടി അയാൾ മുന്നോട്ട് വെച്ചു. ഇന്ന് ലോകത്ത് ഇസ്ലാം വിമർശിക്കപ്പെടുന്നത് ഭീകരതയുടെയും തീവ്രവാദത്തിന്റെയും പേര് ചമച്ചുകൊണ്ടാണ്. ഇത്തരക്കാർക്ക് യഥാർത്ഥത്തിൽ വടി കൊടുത്തതാരാ? ഈ മതരാഷ്ട്രവാദികളായ ആളുകളാണ്. അവരാണ് ഇസ്ലാമിന്റെ ജിഹാദിനെ ഇങ്ങനെ ദുർവ്യാഖ്യാനിച്ചത്. ജിഹാദ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ജിഹാദ് എന്ന് പറഞ്ഞാൽ കഠിനാധ്വാനം എന്നാണ്. രാവിലെ നമ്മൾ ഒരാളെങ്ങനുണ്ട് പിക്കാസ് എടുത്ത് കൊത്തണം, വൈകുന്നേരം നമ്മൾ നോക്കുമ്പോൾ വീണ്ടും അയാൾ കൊത്താണ്. അപ്പൊ നമുക്ക് പറയാം ഭയങ്കര ജിഹാദ് തന്നെയാണോ, രാവിലെ തുടങ്ങിയണല്ലോ. ഭാഷാർത്ഥത്തിൽ ഇതാണ് ജിഹാദ്, കഠിനാധ്വാനം. ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ നമ്മളിപ്പോ എന്തിനാണ് അൽ ജിഹാദ് എന്ന് പറയാ? ഇസ്ലാം ഒരു സമാധാനത്തിന്റെ സന്ദേശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ എത്തിയപ്പോ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്. മുത്തുനബി മദീനയിൽ എത്തിയപ്പോൾ ഞാൻ അവിടത്തെ സമക്ഷത്തിലേക്ക് ഓടിച്ചെന്നു. അങ്ങനെ ഫലമ്മാ തബയ്യന്തു വജ്ഹഹു അറഫ്തു അന്ന വജ്ഹഹു ലൈസ ബിവജ്ഹി കദ്ദാബ്. ഞാൻ ആ വിശുദ്ധ മുഖത്തേക്കൊന്ന് നോക്കിയപ്പോൾ ഒരു കാര്യം എനിക്ക് വ്യക്തമായി, ഇത് കള്ളം പറയുന്ന ലക്ഷണമുള്ള ഒരാളെ മുഖമല്ല. പലരും പല കുപ്രചരണങ്ങളും നടത്തുന്നുണ്ടെങ്കിലും ചില ആളുകളെ നേരിൽ കാണുമ്പോഴാണ് പടച്ചോനെ ഈ മനുഷ്യനെ പറ്റിയാണോ ഞാൻ ഈ വിചാരമൊക്കെ വെച്ചു പുലർത്തിയെന്ന് തോന്നും. അബ്ദുല്ലാഹി ഇബ്നു സലാം എന്ന ജൂത മതവിഭാഗത്തിന്റെ തലവനായ പണ്ഡിതൻ പറയാണ്, ആ മുഖം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് കള്ളം പറയുന്ന ലക്ഷണമുള്ള ഒരാളെ മുഖമല്ല. എന്നിട്ട് അദ്ദേഹം പറയാണ്, മുത്തുനബി തങ്ങളിൽ നിന്ന് ആദ്യമായി ഞാൻ കേട്ടത് ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയ ഹ്രസ്വമായ ഏതാനും ചില വാക്കുകളാണ്. അതിൽ പറഞ്ഞത് അഫ്ശുസ്സലാം വഅത്ഇമുത് തആം വസിലുൽ അർഹാം വസല്ലു വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം. ഒരു 30 സെക്കൻഡ് നീണ്ടൊരു വാദം. ഇസ്ലാമിന്റെ ആഴവും പരപ്പും സമഗ്രതയും സൗന്ദര്യവും എല്ലാം മേളിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജവാമിഉൽ കലിമ എന്ന സിദ്ധി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സംസാരമാണ്. റസൂലുള്ളാഹി സംബോധന ചെയ്യുന്നത് ആരോടാ? അബ്ദുല്ലാഹി ഇബ്നു സലാം എന്ന് പേരുള്ള ആളോടാ. അദ്ദേഹത്തിന്റെ പേരിനെ കൂടി സൂചിപ്പിച്ചുകൊണ്ടുള്ള വാക്കുകളാണ് നബി തങ്ങളുടെ വായിലൂടെ വരുന്നത്. ആദ്യം തന്നെ പറയുന്നു അഫ്ശുസ്സലാം, സമാധാനത്തിന്റെ സന്ദേശം നിങ്ങൾ വ്യാപിപ്പിക്കുക. ഇസ്ലാം എന്ന ഒരു മതം ലോകത്ത് ലക്ഷ്യം വെക്കുന്നത് എന്താണെന്ന് ഈ പ്രസ്താവനയിൽ നബി തങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്ലാം ഒരു നാട്ടിൽ വന്നിട്ട് അവിടെ സമാധാനം കെടുത്തലും ആളുകളെ ഭിന്നിപ്പിക്കലും തമ്മിലടിപ്പിക്കലും അല്ല ലക്ഷ്യം. പിന്നെയോ ഇസ്ലാമിന്റെ ലക്ഷ്യം നിങ്ങൾ സമാധാനത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കണമെന്നാണ്. അതുകൊണ്ട് തന്നെ അല്ലേ ഒരു മുസ്ലിം മറ്റൊരാളെ കാണുമ്പോൾ അഭിവാദ്യം പറയേണ്ടത് അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് സമാധാനം വരട്ടെ എന്നാണ്. ആ മുസ്ലിം നിസ്കരിക്കുന്ന നേരത്ത് അവൻ നടത്തുന്ന പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന എന്താണ്? അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. പടച്ചവനെ, നിന്റെ സർവ നല്ല അടിമകൾക്കും നീ സമാധാനം തരണേ. നിസ്കാരത്തിന്റെ ഉള്ളിൽ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുമ്പോൾ ആദ്യം വലത്തോട്ടും പിന്നെ ഇടത്തോട്ടും തിരിഞ്ഞ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, എല്ലാവർക്കും സമാധാനമുണ്ടാകട്ടെ, ഇതല്ലേ ഒരു മുസ്ലിമിന്റെ നിസ്കാരം. ആ നിസ്കാരം കഴിഞ്ഞാ പിന്നെ സംഘർഷത്തിലേക്കാണോ പോക്ക്? അല്ല. നിസ്കരിച്ച ഉടനെ വീണ്ടും നമ്മൾ ദുആ ചെയ്യുന്നത്, പടച്ചവനെ അല്ലാഹുമ്മ അന്തസ്സലാം വ മിൻകസ്സലാം, നീയാണ് സമാധാനത്തിന്റെ ഉത്ഭവം, നിന്നിൽ നിന്നാണ്. അതിന് ഭംഗം വന്നാൽ മടങ്ങാനുള്ളതും നിന്നിലേക്കാണ്. എന്നിട്ട് പറയുന്നു ഹയ്യിനാ റബ്ബനാ ബിസ്സലാം, പടച്ചവനെ സമാധാനപൂർണമായ ഒരു ജീവിതം ഞങ്ങൾക്ക് തരണമേ. ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. ഒരു മുസ്ലിമും സമാധാനവുമായുള്ള ബന്ധം എത്രയാണ്. മാത്രമല്ല അല്ലാഹു പറഞ്ഞു വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, അല്ലാഹു നമ്മളെ വിളിക്കുന്നത്, നമ്മളെ ജീവിതത്തിന്റെ ലക്ഷ്യമായി നിർണയിച്ചു തന്നത് ദാറുസ്സലാമാണ്, സമാധാനത്തിന്റെ വീടാകുന്ന സ്വർഗ്ഗമാണ്. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅ്സീമാ, അവിടെ അനാവശ്യ വാക്കുകളില്ല, കുറ്റം പറയലില്ല. ഇല്ലാ ഖീലൻ സലാമൻ സലാമാ, സമാധാനം, ശാന്തി. ഈ വർത്തമാനങ്ങളല്ലാത്ത, വാർത്തകളല്ലാത്ത ഒന്നും കേൾക്കേണ്ടി വരില്ല സ്വർഗത്തിൽ. ആ സ്വർഗത്തെ ജീവിത ലക്ഷ്യമായി നിർണയിച്ച മതമാണ് ഇസ്ലാം. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു സാഗൂതം ഇത് ശ്രദ്ധിച്ചു. എന്താ പറയുന്നത്? അഫ്ശുസ്സലാം. രണ്ടാമത് പറഞ്ഞു വഅത്വഇമുത്ത്വആം, നിങ്ങൾ ആളുകൾക്ക് ഭക്ഷണം ഭക്ഷിപ്പിക്കണം. ഒരു രാജ്യത്ത് ആദ്യം ഉണ്ടാകേണ്ട സമാധാനം ഒരു പ്രദേശത്തില്ലെങ്കിൽ അവിടെ വികസനം കടന്നു വരൂല. ഇടക്കിടക്ക് സംഘർഷം ഉണ്ടാകുന്ന ഒരു നാട്ടിൽ കൊണ്ടുപോയി ആരെങ്കിലും വ്യവസായം തുടങ്ങും, അവിടെ ആരെങ്കിലും കച്ചവടമോ കെട്ടിടം ഉണ്ടാക്കും, ഒന്നിനും മുതിരൂല. കാരണം അവിടെ കുഴപ്പമുള്ള നാടാ, അവിടേക്ക് വികസനം വരൂല. സമാധാനാണ് ആദ്യം ഉണ്ടാവുന്നത്. അത് കഴിഞ്ഞാൽ പ്രാഥമികമായി മനുഷ്യർക്ക് കിട്ടേണ്ടത് ഭക്ഷണമാണ്. ഇസ്ലാമിന്റെ നിർദ്ദേശതാണ് ആളുകൾക്ക് നിങ്ങൾ ആഹാരം നൽകുക. മൂന്നാമത് പറയുന്നു വസിലുൽ അർഹാം, കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ ചേർക്കുക. നിബിതങ്ങൾ മദീനയിൽ വരുമ്പോഴുള്ള അവസ്ഥ എന്താ? ഔസ് ഖസ്റജ് രണ്ട് ഗോത്രങ്ങളാണ്, പരസ്പരം ഏറ്റുമുട്ടി ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. 40-40 കൊല്ലായി അവര് യുദ്ധത്തിലാണ്. ആരാണ് ഔസും ഖസ്റജും? ജ്യേഷ്ഠനും അഞ്ചനുമാണ്. മആരിബ് അണക്കെട്ട് തകർന്നപ്പോ മദീനയിലേക്ക് കുടിയേറിയ 2 സഹോദരങ്ങളാണ് ഈ ഔസും ഖസ്റജും. ഇവരുടെ സന്താന പരമ്പരകൾ 2 ഗോത്രങ്ങളായി മാറി ഇവരെ പേരിൽ അറിയപ്പെട്ടതാണ്. അപ്പൊ എളാപ്പയുടെയും മൂത്താപ്പയുടെയും മക്കളെ പരസ്പരം കൊണ്ടും കൊടുത്തു ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു നാട്ടിൽ വന്നിട്ട് മുത്തുനബി പറയാ, നല്ല ഒരു സമൂഹം ഉണ്ടാവണമെങ്കിൽ എന്തു വേണം? കുടുംബ ബന്ധങ്ങൾ ഭദ്രമാവണം. നബിതങ്ങൾ ഈ ഔസ് ഖസ്റജ് എന്നുള്ള പ്രയോഗം തന്നെ തൽക്കാലം മാറ്റിവെച്ചിട്ട് അൽ അൻസാർ എന്ന് എഴുതിയ ഒരു ബാനറാട് കൊടുത്തു. ഇത് പിടിച്ചോളി, നിങ്ങൾ അൻസാരികളാണ്, അതാണ് നിങ്ങളുടെ ഐഡി എന്ന് പറഞ്ഞ് ആ ബഹളങ്ങളെയും സംഘർഷങ്ങളെയും അവസാനിപ്പിക്കുകയാണ്. ഈ 3 സാമൂഹ്യ പ്രാധാന്യമുള്ള വിഷയം ഓർമ്മപ്പെടുത്തിയതിന് ശേഷമാണ് മുത്തുനബി പറയുന്നു വസല്ലൂ വന്നാസു നിയാം, ആളുകൾ കിടന്നുറങ്ങുന്ന സമയത്ത് നിങ്ങൾ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുക. അത് യഥാർത്ഥ ആത്മീയത ഉള്ളവർക്കേ സാധിക്കുള്ളൂ. തഹജ്ജുദ് നിസ്കരിക്കുക. മഗ്രിബൊക്കെ അല്ലാത്തോലും പള്ളിയിൽ കയറിപ്പോകും. കാരണം എല്ലാവരും ഇങ്ങനെ പള്ളിയിൽ കയറുമ്പോൾ ഞാനായിട്ട് പടക്കണം എന്താന്ന് ചോദിച്ചാൽ നമ്മളവിടെ കയറും. തഹജ്ജുദ് അങ്ങനെ കേൾക്കാൻ കഴിയില്ല. ഈമാനുള്ളവർക്ക് ആത്മീയതയുടെ അടയാളാണ്. അപ്പൊ ആത്മീയതയും നാട്ടിൽ സമാധാനവും ജനങ്ങൾക്ക് ഭക്ഷണവും കുടുംബ ഭദ്രതയും ഇതെല്ലാം നിങ്ങൾ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് പോകുകയാണെങ്കിൽ തദ്ഖുലുൽ ജന്നത ബിസലാം, നിങ്ങൾക്ക് സമാധാനപൂർണമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം. അബ്ദുല്ലാഹി ഇബ്നു സലാം എന്ന ജൂതമത പണ്ഡിതൻ ഇസ്ലാമിനെ ഹ്രസ്വമായി പരിചയപ്പെടുത്തിയത് കേട്ട പാട് ഒരു മതം ഉൾക്കൊള്ളുന്ന എല്ലാ ആശയവും അതിലുണ്ട് എന്ന് മനസ്സിലാക്കി ആ സ്പോട്ടിൽ തന്നെ വിശുദ്ധ ദീനിലേക്ക് കടന്നു വരുന്നു. അങ്ങനെയാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു സ്വഹാബിമാരിൽ പ്രധാനിയായി മാറുന്നത്. ഈ സമാധാനത്തിന്റെ സന്ദേശമായ ഇസ്ലാമിനെ
നമുക്ക് മാത്രമായി അള്ളാഹു തന്നതല്ല. പിന്നെയോ ലോകത്തുള്ള സർവ മനുഷ്യരുടെയും ജീവിത മാർഗമായി അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള മതമാണ് ഇസ്ലാം. അത് മറ്റുള്ളവർക്ക് കൂടി പകർന്നു നൽകാൻ വേണ്ടി നാം നടത്തുന്ന കഠിനാധ്വാനത്തിന്റെ പേരാണ് അൽ ജിഹാദ്. അല്ലാതെ ഒരു രാജ്യം ഉണ്ടാക്കുക എന്നുള്ളതിന്റെ പേരല്ല. ഈ ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ കഠിനാധ്വാനം നടത്തണം. ഇതിനാണ് ജിഹാദ് എന്ന് പറയുക. മുഗ്നിയിൽ ഖതീബ് ശിർബീൻ റഹിമഹുള്ള പറയുന്നുണ്ട്, ഇതിൽ മഖ്സൂദു മിനൽ ഖിതാലി അൽ ഹിദായ. എന്താണ് ഇസ്ലാമിലെ ജിഹാദ് കൊണ്ട് ലക്ഷ്യം? ആളുകളെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരിക. അല്ലാതെ അവിടെ ഭരണം സ്ഥാപിക്കലാണ് ജിഹാദ് എന്ന് ഇമാമിങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. ജനങ്ങൾക്ക് ഹിദായത്ത് അതുണ്ടാക്കി കൊടുക്കലാണ്. പിന്നെ അതിനോടനുബന്ധിച്ച് അതിനുവേണ്ടി അധ്വാനിക്കുമ്പം ചിലപ്പം രക്തസാക്ഷിയാകേണ്ടി വന്നാൽ അതതിന്റെ കൂടെ കിട്ടുന്ന ഒരു സംഗതിയാണ്. എന്നാൽ അവിശ്വാസികളെ വകവരുത്തുക എന്നത് ഇസ്ലാമിന്റെ ലക്ഷ്യമേ അല്ല. സായുധ പോരാട്ടമില്ലാതെ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് പ്രബോധനം സാധ്യമാകുകയാണെങ്കിൽ ഔലാ മിനൽ ജിഹാദ്, അതാണ് സായുധ പോരാട്ടത്തെക്കാൾ ഏറ്റവും മഹത്വരമേറിയ ജിഹാദ്. അപ്പൊ ഇസ്ലാം ജിഹാദ് കൊണ്ട് ലക്ഷ്യം വെച്ചത് ഈ സമാധാനത്തിന്റെ സന്ദേശമാകുന്ന മതത്തെ എല്ലാ ആളുകൾക്കും എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള കഠിനാധ്വാനമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ മദീനയിൽ മാത്രമല്ലല്ലോ ജിഹാദിന് ആഹ്വാനം ചെയ്തത്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് കാണാം, വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറാ. ഇത് മക്കിയായ ആയത്താണ്. എന്താണ് അവിടെ പറയുന്നത്? വജാഹിദുഹും ബിഹി, നിങ്ങൾ അവരോട് പോരാടണം, പരിശുദ്ധ ഖുർആൻ കൊണ്ട് പോരാടണം. ജിഹാദൻ കബീറാ, ഏറ്റവും വലിയ പോരാട്ടം. അപ്പൊ ഏറ്റവും വലിയ പോരാട്ടം ഏതല്ല? മിസൈൽ എടുത്തുകൊണ്ടല്ല, ബോംബിട്ടുകൊണ്ടല്ല, വൈജ്ഞാനികമായ പോരാട്ടം. അതാണ് പരിശുദ്ധ ഖുർആൻ കൊണ്ട് നിങ്ങൾ അവരോട് ജിഹാദ് നടത്തണം. ജിഹാദ് എന്ന് പറഞ്ഞാൽ വെറും ആയുധം എടുത്തിട്ടുള്ള പോരാട്ടം മാത്രമല്ല. ഇസ്ലാമിന്റെ പ്രബോധനം അത് എല്ലാവർക്കും വേണ്ടി അള്ളാഹു തന്ന ദീനാണ്. അത് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധ്യമായ കഠിനാധ്വാനം നമ്മൾ നടത്തണം. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ജാഹിദുൽ മുശ്രിക്കീന ബി അംവാലിക്കും വ അൻഫുസിക്കും വ അൽസിനതിക്കും. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസാണ്. നിങ്ങൾ ഇസ്ലാമിന് വേണ്ടി പോരാടണം. എന്തുകൊണ്ട്? ബി അംവാലിക്കും, നിങ്ങളെ സമ്പത്ത് കൊണ്ട്, അതുപോലെ വ അൻഫുസിക്കും, നിങ്ങളെ ശരീരം കൊണ്ട് നിങ്ങൾ അധ്വാനിക്കണം, വ അൽസിനതിക്കും, നിങ്ങളെ നാവ് കൊണ്ട് നിങ്ങൾ പോരാടണം. ആയുധം കൊണ്ട് മാത്രല്ല ഇസ്ലാമിലെ ജിഹാദ്. നമ്മുടെ ഈ സംസാരം ഒരു ജിഹാദാണ്. നമ്മുടെ ദഅവാ കോളേജിന് വേണ്ടി നിങ്ങൾ ഒരു നേരത്തെ ആഹാരം അവിടുത്തെ മുത്തഅല്ലിമീങ്ങൾക്ക് കൊടുക്കുന്നത് അത് ദീനിനു വേണ്ടിയുള്ള ജിഹാദാണ്. നമ്മുടെ പള്ളികൾ, നമ്മുടെ മദ്രസകൾ, നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾ, നമ്മുടെ മാസികകൾ, പത്രങ്ങൾ, ഇതൊക്കെ ആ അർത്ഥത്തിൽ പ്രബോധനത്തിനു വേണ്ടി, ജനങ്ങൾക്ക് നന്മ കൈമാറാൻ വേണ്ടിയുള്ള കഠിനാധ്വാനത്തിന്റെ ഭാഗമാണ്. നമ്മൾ ഇന്ന് ചെയ്യേണ്ടതാ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും നാവ് കൊണ്ടും ഒക്കെ നമുക്ക് ജിഹാദ്. അതേ സമയത്ത് ഇസ്ലാമിൽ സായുധ പ്രതിരോധം എന്ന് പറയുന്ന ജിഹാദിന്റെ ഒരു പാർട്ടുമുണ്ട്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. എന്നാൽ അതാരാണ് നടത്തേണ്ടത്? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് ഭരണാധികാരികൾക്ക് മാത്രമേ പാടൂ. ഭരണാധികാരി മാത്രം ചെയ്യേണ്ട ഒന്നാണ് സായുധ പോരാട്ടം എന്ന് പറയുന്ന ജിഹാദിന്റെ പാർട്ട്. വൈജ്ഞാനികമായ സമ്പത്ത് കൊണ്ടുള്ള, ശരീരം കൊണ്ടുള്ള അല്ലാത്ത ദീനി പ്രബോധന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന ജിഹാദ് എല്ലാവരും എല്ലാ കാലത്തും ചെയ്യണം. അതാണ് നമ്മളും നമ്മളെ ഉസ്താദുമാരും നമ്മളെ പ്രസ്ഥാനമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേ സമയത്ത് ആയുധമെടുത്തുകൊണ്ടുള്ള പോരാട്ടം എന്ന് പറഞ്ഞത് ഇസ്ലാമിന്റെ നിയമമനുസരിച്ച് ഭരണാധികാരികൾ മാത്രം ഏറ്റെടുക്കാൻ പറ്റിയതാണ്. നമ്മളൊക്കെ പള്ളി ദർസിൽ വെച്ച് ഓതി പഠിപ്പിക്കുന്ന കിതാബായ ശറഹുൽ അഖായിദിൽ മഹാനായ ഇമാം തഫ്താസാനി റഹിമഹുല്ലാഹ് എഴുതുന്നത് കാണാം, വൽ മുസ്ലിമൂന
ലാ ബുദ്ദ ലഹും മിൻ ഇമാം. വിശ്വാസികൾക്ക് ഒരു ഭരണ സംവിധാനത്തിന് സൗകര്യമുണ്ടായാൽ, അത് സൗകര്യം ഉള്ളിടത്ത, വേറെ ആരോ ഭരിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് പോയിട്ട് നമ്മളൊരു ഭരണാധികാരിനെ പ്രഖ്യാപിക്കലല്ല, അതാ നാട്ടിൽ കലാപുണ്ടാക്കലാണ്. മൗദൂദികൾ ഈ ഇബാറത്താണ് അവരുടെ വിഘടനവാദത്തിന് തെളിവായി എല്ലായിടത്തും വായിക്കൽ. ഇത് അവർക്ക് തെളിവുള്ളതല്ല. മുസ്ലിമീങ്ങൾക്ക് ഒരു ഭരണ സംവിധാനത്തിന് സൗകര്യപ്പെടുന്ന സമയത്ത് അവരൊരു ഭരണാധികാരിയെ നിശ്ചയിക്കണം. കാരണം ഭരണമില്ലാത്ത ഒരു പ്രദേശം അരക്ഷിതാവസ്ഥയിലേക്ക് പോകും, അരാജകത്വം കൊടികുത്തി വാഴും. അതുകൊണ്ട് തന്നെ ഭരണ സംവിധാനം മുസ്ലിമീങ്ങൾ ഉണ്ടാക്കേണ്ട സന്ദർഭം വന്നാൽ അവിടെ മുസ്ലിമീങ്ങൾ മുൻകൈ എടുത്തുണ്ടാക്കണം. വേറെ ആരെങ്കിലും ഭരിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടിൽ അട്ടിമറി ഉണ്ടാക്കണം എന്നല്ല പറഞ്ഞതിനർത്ഥം. എന്നിട്ട് പറയുന്നു ആ ഭരണാധികാരിയുടെ ഉത്തരവാദിത്വം എന്താണ്? യഖൂമു ബിതംഫീദി അഹ്കാമിഹിം. ആ നാട്ടിലുള്ള വിധികളൊക്കെ നടപ്പാക്കേണ്ടത് ആ ഭരണാധികാരിയാണ്. വ ഇഖാമത്തി ഹുദൂദിഹിം. ശിക്ഷാമുറകൾ നടപ്പിൽ വരുത്തേണ്ടതും ആ ഭരണാധികാരിയാണ്. കട്ടവന്റെ ശിക്ഷ, വ്യഭിചാരിയുടെ ശിക്ഷ, ഇതൊന്നും സിവിലിയന്മാര് ചെയ്യാൻ പറ്റൂല. അവരെ നാടിന്റെ അതിർത്തി കാക്കേണ്ടത് ആ ഭരണാധികാരിയാണ്. അതുപോലെ അവരെ സൈനിക സജ്ജീകരണം നടത്തേണ്ടത് ആരാ? ഭരണാധികാരിയാണ്. സക്കാത്ത് വാങ്ങേണ്ടതും ഭരണാധികാരിയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ കാർക്കൂൺ ഹൽക്കയല്ല, അവരെ കമ്മിറ്റിയല്ല. കലാപകാരികൾ, അതുപോലെ തന്നെ കൊള്ളക്കാര് തുടങ്ങിയ കള്ളന്മാരുൾപ്പെടെയുള്ളവരെ അമർച്ച ചെയ്യേണ്ടത്, ആയുധം ഉപയോഗിച്ചും അവരെ പിടിച്ചമർച്ച ചെയ്യേണ്ടത് ഭരണകൂടമാണ്. വനഹവിദാലിക ഇത്യാദി കാര്യങ്ങൾ മിൻ ഉമൂരില്ലത്തി ലാ യതവല്ലാഹാ അഹദുൽ ഉമ്മാ. സിവിലിയന്മാർ ചെയ്യാൻ പാടില്ലാത്ത ഇത്തരം വിഷയങ്ങളെല്ലാം കൈയാളേണ്ടത് ഭരണകൂടമാണ്. അപ്പം ഇസ്ലാം സായുധ പ്രതിരോധം എന്ന് പറയുന്ന ഒരു ജിഹാദ് ഇസ്ലാമിലുണ്ട്. അത് പക്ഷേ നടത്തേണ്ടതാരല്ല, സിവിലിയന്മാരല്ല, അത് ഭരണാധികാരികളാണ്. ഇതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ 13 കൊല്ലക്കാലം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ താമസിച്ചപ്പോഴല്ലേ ഏറ്റവും അധികം ആക്രമണങ്ങൾ ഉണ്ടായത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിച്ചു എന്നൊരൊറ്റ കാരണത്താൽ ബീവി സുമയ്യ റളിയല്ലാഹു അൻഹാ ഒരു മഹദിയാണ്, പാവപ്പെട്ട ഒരു ഉമ്മയാണ്. ആരാണ് അവരെ കൊന്നുകളഞ്ഞത്? ഏതെങ്കിലും മദ്യപാനിയോ അതല്ലെങ്കിൽ ബോധമില്ലാത്തവനോ അല്ല, ശത്രുപക്ഷത്തിന്റെ തലതൊട്ടപ്പനായ സാക്ഷാൽ അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി ഇരുമ്പിന്റെ കുന്തം കൊണ്ട് ആ ഉമ്മയുടെ ശരീരത്തിന്റെ നടുവിൽ കുത്തിയിറക്കി അതിന്റെ തലപ്പത്ത് നിന്ന് പിടഞ്ഞാണ് ബീവി സുമയ്യ റളിയല്ലാഹു അൻഹ വഫാത്തായത്. അവരെ ബറക്കത്ത് കൊണ്ട് നമ്മളെ ഉമ്മമാരെയും നമ്മളെയൊക്കെ അല്ലാഹു നന്നാക്കി തരട്ടെ. ആ മഹദിയുടെ മകനാണ് മഹാനായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തിങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ഇരിക്കുമ്പം വെറുതെ ഇങ്ങനെ പുറത്തിങ്ങനെ കൈകൊണ്ട് തടവി. അപ്പൊ കുപ്പായത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ വലിയ കുഴി കാണും. ഇങ്ങനെ തടവി വെക്കുമ്പോൾ അപ്പം ഉമർ ഖത്താബ് തങ്ങൾ ചോദിച്ചു, അല്ല അമ്മാർ, എന്താ ഈ കുഴി കാണുന്നത്? അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഇസ്ലാമിന്റെ തുടക്കത്തിൽ അതിമഹത്തായ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാൻ അങ്ങയെപ്പോലുള്ളവർ അറച്ചു നിന്നൊരു കാലമുണ്ടായിരുന്നു. ഞങ്ങൾ പാവപ്പെട്ട ചില ആളുകളാണ് ഇസ്ലാമിൽ അഭയം തേടിയത്. അന്ന് ശത്രുക്കൾ ഞങ്ങളെ പീഡിപ്പിച്ചതിന്റെ ബാക്കി പത്രമാണ് ഇതെന്ന് പറഞ്ഞ് അദ്ദേഹം വിശദീകരിക്കുകയാണ്. എന്റെ വാപ്പ യാസിർ റളിയല്ലാഹു അൻഹുവിനെ വിവസ്ത്രനാക്കി ഇരുമ്പിന്റെ അങ്കി അണിയിച്ച് മക്കയിലെ ചുട്ടുപൊള്ളുന്ന വെയിലുള്ള നേരത്ത് അവിടത്തെ കരിമ്പാറയുടെ മേലെ കൊണ്ടുപോയി ഇരുത്തുകയാണ്. ചൂടേറ്റ് വാപ്പ ശരീരത്തിൽ ധരിച്ച ആ ഇരുമ്പിന്റെ അങ്കി പഴുക്കുന്നു, വാപ്പയുടെ ശരീരത്തിൽ തട്ടുന്നു. മനുഷ്യന്റെ പച്ച മാംസം വേവുന്ന ഗന്ധം പുറത്തു വരുന്നു. വാപ്പയോട് പറയുന്നു, ദീനിൽ നിന്ന് പിന്മാറണം. വാപ്പ തയ്യാറാവൂല. കൊടിയ പീഡനമാണ്. ഞാനൊരു ചെറുപ്പക്കാരനാണ്,
എന്നെ അതിനേക്കാൾ മാരകമായാണ് അവർ പീഡിപ്പിച്ചത്. ഇരുമ്പിന്റെ ചീളുകൾ പഴുപ്പിച്ചെടുത്ത് അത് നിലത്ത് പാകി വെച്ച് അതിന്റെ മേലെ എന്നെ മലർത്തിക്കടത്തിയിട്ട് അവിടെ പിടിച്ചു വെക്കുകയാണ്. ആ ഇരുമ്പിന്റെ ചീളുകൾ എന്റെ ശരീരത്തിലേക്ക് കരകര എന്ന ശബ്ദത്തോടെ തുളഞ്ഞു കയറി രൂപപ്പെട്ട കുഴികൾ ഇന്നും തൂർന്നു പോകാതെ അവിടെ അവശേഷിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് എന്ന് സ്വഹാബികൾ യാസിർ റളിയല്ലാഹുവിന്റെ കുടുംബത്തിന്റെ പീഡനത്തിന്റെ കഥ പറഞ്ഞു. അള്ളാഹിന്റെ ഹബീബിനോട് അവർ ആവശ്യപ്പെട്ടു, നബിയെ എന്തെങ്കിലും പ്രതികരിക്കണ്ടേ, ഇതിനോട് നമ്മൾ എന്തെങ്കിലുമൊക്കെ തിരിച്ച് ചെയ്യണ്ടേ, ഇത് വല്ലാത്ത അക്രമല്ലേ, ഇത് കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണോ? നിരന്തരമായ സമ്മർദ്ദങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ ആയത്തിറക്കുകയാണ്, ഇദ്ഫഉ ബില്ലത്തി ഹിയ അഹ്സൻ ഫഇദല്ലദീ ബൈനക വ ബൈനഹു അദാവ കഅന്നഹു വലിയ്യുൻ ഹമീം. നിങ്ങൾ ഇതുപോലുള്ള അക്രമത്തെ അക്രമം കൊണ്ട് പ്രതിരോധിക്കരുത്, നിങ്ങൾ ഇതിനെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക. നന്മ കൊണ്ട് നിങ്ങൾ പ്രതിരോധിച്ചാൽ നിങ്ങളുടെ ശത്രുക്കൾ നാളെ ആത്മമിത്രങ്ങളായി മാറുന്നത് നിങ്ങൾക്ക് കാണാം. അല്ലാതെ സിവിലിയന്മാര് പരസ്പരം ആയുധമെടുത്ത് ഏറ്റുമുട്ടാൻ മതം അനുമതി കൊടുത്തിട്ടില്ല. കാരണം എന്താ? സിവിലിയന്മാർ ആയുധം എടുത്തിട്ട് ഒരു പ്രശ്നം ലോകത്ത് പരിഹരിച്ചിട്ടില്ല. ഇന്ത്യയുടെ ചരിത്രം നിങ്ങൾ നോക്ക്. ഇന്ത്യ രാജ്യത്ത് എത്ര സംഘങ്ങൾ ഉണ്ടായി? LTT അതിന്റെ കേന്ദ്രം ശ്രീലങ്കയിലാണെങ്കിലും ഇന്ത്യയിലൂടി വേരുണ്ടായിരുന്ന ഒരു പ്രസ്ഥാനം. നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ ഒരു സ്ഫോടനത്തിലൂടെ കൊന്നുകളഞ്ഞവരായിരുന്നു. അവരുടെ ലക്ഷ്യം മോശപ്പെട്ട ലക്ഷ്യമൊന്നുമല്ല, അടിച്ചമർത്തപ്പെട്ട തമിഴ് വംശജരുടെ വിമോചനമായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ ആ സിവിലിയൻ കൂട്ടായ്മ എന്ത് ചെയ്തു? സായുധ പോരാട്ടം ആരംഭിച്ചു. എന്താണ് അതിന്റെ പരിണിത ഫലമുണ്ടായത്? തമിഴ് വംശജരുടെ സർവനാശത്തിലാണ് അത് കലാശിച്ചത്. അതൊരിക്കലും എവിടെയും വിജയിക്കാറില്ല. ഖലിസ്ഥാൻ വാദവുമായി വന്ന് പഞ്ചാബിൽ ഒരു വിഭാഗമാണ്. എന്താണ് പഞ്ചാബികൾക്ക് അവർക്ക് നേടിക്കൊടുക്കാൻ കഴിയുക? കാശ്മീരിൽ എത്ര കാലമായി ഒരു വിഭാഗം ആളുകൾ സായുധ പോരാട്ടം തുടങ്ങിയിട്ട് വികസനം പോകട്ടെ, വിദ്യാഭ്യാസം പോലും ലഭിക്കാതെ ജീവിതം പോലും കഷ്ടപ്പാടിലേക്ക് തള്ളിവിടാനല്ലാതെ അവർക്ക് എന്ത് നേടാൻ സാധിച്ചു? അവരെ ലക്ഷ്യം നേടാൻ കഴിയും. സിവിലിയന്മാർ ആയുധെടുത്തിട്ട് എവിടെയും പ്രശ്നം പരിഹരിക്കും. നാഗാലാൻഡിൽ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നവരുണ്ട്, അതുപോലെ തന്നെ മണിപ്പൂരിലുണ്ട്. നമ്മളെ കേരളത്തിലടക്കം നക്സലേറ്റുകൾ ഉൾപ്പെടെ എത്ര പ്രസ്ഥാനങ്ങൾ സായുധ പോരാട്ടമായി വന്നു. ഇവർക്കൊക്കെ പോലെ ലക്ഷ്യം നേടാൻ സാധിച്ചിട്ടില്ല. ഇസ്ലാമിന്റെ നിർദ്ദേശം തന്നെ എന്താ? അങ്ങനെ ഇറങ്ങാൻ പാടില്ല. ആയുധം എടുക്കാന്നൊക്കെ പറഞ്ഞത് അത് ഭരണാധികാരി നിവൃത്തിയില്ലാത്ത നേരത്ത് എടുക്കേണ്ട ഒരു സാധനമാണ്. അല്ലാതെ ഓരോ ഗോത്രങ്ങളും ഓരോ മതവിഭാഗവും സമാധാനം ഉണ്ടാവാനെന്നും പറഞ്ഞ് അവരവരെ സമുദായത്തെ ആയുധമണിയിച്ചാൽ എവിടുന്ന അവിടെ സമാധാനം ഉണ്ടാകാൻ? ആയുധമെടുക്കേണ്ടത് ഭരണകൂടം മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സമ്മതിച്ചില്ല, അള്ളാഹു അനുവദിച്ചില്ല. പീഡനങ്ങൾ പിന്നെയും തുടർന്നു. പല ആളുകൾ അള്ളാന്റെ ഹബീബ് യാസിർ റളിയല്ലാഹു അൻഹുവൊക്കെ പീഡിപ്പിക്കപ്പെടുന്നതിന്റെ ചാരത്തൂടെ ചെല്ലും. എന്നിട്ട് പറയും, ഇസ്ബിറൂ ആല യാസിർ ഫഇന്ന മൗഇദകുമുൽ ജന്ന. യാസിറിന്റെ കുടുംബമേ, നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങൾക്ക് അള്ളാഹു സ്വർഗം തരും. അതാ നമ്മളെ ജീവിത ലക്ഷ്യം. അതിന് ഇവിടെ അല്പം കുറച്ച് കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാവും. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോകാൻ അത് ഭരണകൂടത്തിന്റെ പക്ഷത്തു നിന്ന് പ്രയാസങ്ങൾ ഉണ്ടാവും, വേറെ പലരുടെ പക്ഷത്തു നിന്നുണ്ടാവും. അതൊന്നും നമുക്ക് പ്രശ്നമല്ല. നമ്മൾ ഒരു ലക്ഷ്യത്തിനു വേണ്ടി ജീവിക്കുന്നു. പീഡനം പിന്നെ അവസാനിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുന്നാര മോൾ റുഖിയ്യ ബീവി അടക്കം നാട് വിട്ടു പോകേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരുമകനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളും അവിടുത്തെ മകളായ റുഖിയ്യ ബീവിയും പോവുക. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് സഹിക്കാൻ പറ്റണില്ല. സങ്കടം കൊണ്ട് പൊട്ടിക്കരയുമ്പോൾ പുന്നാര നബി തങ്ങൾ പറയുന്നു, ഖദീജ, മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാമിന് ശേഷം കുടുംബത്തോടൊപ്പം ഹിജ്റ പോകുന്ന ആള് നമ്മളെ ഉസ്മാനാണ്. ആ പാരമ്പര്യം പറഞ്ഞു കൊടുത്തുകൊണ്ട് അവർക്ക് സമാധാനം നേരുകയാണ്. എത്ര സ്വഹാബികൾ നാട് വിട്ടു പോകേണ്ടി വന്നു.
ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ നെഞ്ചത്ത് പാറക്കല്ല് കയറ്റി വെച്ചല്ലേ പീഡിപ്പിച്ചത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അടിച്ച് ബോധം കെടുത്തിയില്ലേ? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതിയതിന്റെ പേരിൽ അടിച്ചിട്ടതാ ബോധം നഷ്ടപ്പെട്ടു പോയില്ലേ? ഇങ്ങനെ എത്ര സ്വഹാബിമാർക്ക് പീഡനമുണ്ടായി. പലരെയും കൊന്നുകളഞ്ഞു, നാട്ടിൽ നിന്ന് ആട്ടിയോടിച്ചു. ഈ സന്ദർഭങ്ങളിലൊക്കെ സ്വഹാബത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട്, നബിയെ നമ്മൾ പ്രതികരിക്കണ്ടേ. അല്ലാഹു തആല 70 ചില്ലാനം ആയത്തുകളാണത്രേ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ആയുധമെടുക്കരുതേ എന്ന് പറഞ്ഞിറക്കിയത്. എന്നാല് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കരുതിയാൽ ചെയ്യാൻ പറ്റുന്ന കാലാണ് അന്ന്. ഇന്നത്തെ മാതിരിയല്ല. അന്നിപ്പോ ഒരു മഗ്‌രിബിന് ശേഷം, ഒന്ന് ഇരുട്ടിയതിന് ശേഷം ഒരൊറ്റ ആള് ഒരു വാളും എടുത്തിട്ട് വന്നാൽ മതി കാബന്റെ അടുത്ത്. അവിടെ ഉത്തുബത്ത് ഉണ്ടാവും, ഷൈബത്ത് ഉണ്ടാവും, വലീദ് ഉണ്ടാവും, അബൂജഹൽ ഉണ്ടാവും. എല്ലാരും വാട്ടർ ലെവലിലും ആയിരിക്കും. അവരിങ്ങനെ മയങ്ങി നിൽക്കുമ്പം ഇയാളൊന്ന് വീശിയാല് ഇവലൊക്കെ തലെടുത്ത് പോരാ. CCTV ഉണ്ടാവില്ല, കറണ്ട് ഉണ്ടാവില്ല. ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒളിച്ച് രക്ഷപ്പെടാനൊക്കെ പറ്റും. പക്ഷെ അത് പ്രശ്നത്തിന് പരിഹാരം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സായുധ പോരാട്ടത്തെ വിലക്കുകയാണ്. എന്തുകൊണ്ട്? സിവിലിയന്മാർ ആയുധമെടുക്കരുത്. പിന്നെ എപ്പോഴാണ് ആയുധമെടുത്ത് പ്രതിരോധിക്കാൻ സമ്മതം കൊടുത്തത്? നബി തങ്ങളതാ നുബുവത്തിന്റെ 13ാമത്തെ കൊല്ലം മദീനയിലേക്ക് പലായനം ചെയ്തു. ആ നാട്ടുകാര് മുത്തുനബിയെ ഭരണാധികാരിയാക്കിയപ്പോൾ മദീനയുടെ അവസ്ഥ ഒരു ബഹുസ്വര നാടാണ്. അവിടെ പല മതവിഭാഗങ്ങളും അവിടെ ഉണ്ട്. ഒരു ബഹുസ്വര രാജ്യത്ത് ഇസ്ലാമിക ഭരണം എങ്ങനെയായിരിക്കണമെന്നതിന്റെ ലിഖിതമായ ഒരു രൂപം തന്നെ അല്ലാഹുവിന്റെ റസൂൽ അവിടെ സംവിധാനിച്ചു. എല്ലാ മതവിഭാഗങ്ങളെയും ചേർത്ത് സമാധാന കരാറുണ്ടാക്കി. ദേശീയ ബോധം അവർക്കൊക്കെ നൽകി. രാജ്യം നമ്മുടേത്, എല്ലാവരുടേതുമാണ് എന്ന നിലക്ക് നമ്മൾ ഒറ്റക്കെട്ടാവണം. അവരവർക്ക് അവരെ മതമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം വകവെച്ചു കൊടുത്തു. അങ്ങനെ ശാന്തമായ ഒരു രാജ്യം നബി തങ്ങൾ സ്ഥാപിച്ച് പുരോഗതിയുടെ ഏണിപ്പടികൾ കയറിക്കൊണ്ടിരിക്കുമ്പോൾ മക്കക്കാർക്ക് സ്വാഭാവികമായും അസ്വസ്ഥത ഉണ്ടായി. അവരാലോചിച്ചു, മുഹമ്മദിനെ നമ്മൾ ഇങ്ങനൊക്കെ ചെയ്ത് മൂപ്പര് പോയി, എന്തായാലും വന്ന് തിരിച്ചടിക്കാൻ സാധ്യത ഉണ്ടാവുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കയറിയടിക്കൽ അപ്പം വേണ്ടത്. അങ്ങനെ അവർ പ്ലാൻ ചെയ്തത് എന്താ? നൂറുകണക്കായ സ്വഹാബികൾ മക്ക വിട്ടു പോകുമ്പോൾ ഉപേക്ഷിച്ചിട്ട് പോയ സമ്പത്ത് ശേഖരിച്ചു. അതിലേക്ക് പ്രമുഖരുടെ കുറച്ച് സംഖ്യയും കൂടി കൂട്ടിച്ചു. അതിനെ മൂലധനമാക്കി അതുകൊണ്ട് കച്ചവടം നടത്തും. എന്നിട്ട് ലാഭം കൊണ്ട് നിരന്തരം യുദ്ധം ചെയ്യും. ഇതാണ് പ്ലാൻ. ആ കച്ചവട സംഘം പുറപ്പെടുന്നു മദീന വഴിക്ക് സിറിയയിലേക്ക്. അത് കഴിഞ്ഞ് മദീനയിലൂടെ തന്നെ ഇങ്ങോട്ട് തിരിച്ചും പോരുന്നു. ഈ വാർത്തയാണ് ആരറിയുന്നത്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുന്നത്. നിങ്ങൾ ആലോചിച്ചു, മുസ്ലിം രാജ്യത്തെ നശിപ്പിക്കാൻ അവരുടെ സമ്പത്ത് തന്നെ എടുക്കുക, ആ സമ്പത്തുമായുള്ള കച്ചവട യാത്ര അവരെ നാട്ടിലൂടെ തന്നെ പോകുക. ഇതിങ്ങനെ കണ്ണിന്റെ മുമ്പിൽ കാണുമ്പോ ഇത് തടയണ്ടേ? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തുമായിട്ട് കൂടിയാലോചിച്ച് അബൂ സുഫിയാൻ തിരിച്ചു പോകുമ്പോ എന്ത് ചെയ്യണം? നമുക്ക് തടുത്ത് നമ്മളെ ധനം അവരെ കയ്യിൽ നിന്ന് വാങ്ങണം. അത് നീതിയാണ്, ന്യായാണ്, ആർക്കും അഭിപ്രായ. പക്ഷേ അബൂ സുഫിയാൻ അവர்கள் വിവരം അറിഞ്ഞു, ബീച്ച് വഴി മക്കയിലേക്ക് രക്ഷപ്പെട്ടു. അതിനു മുമ്പ് ഈ വിവരം അറിയിക്കാൻ മക്കയിലേക്ക് ആളെ വിട്ടു. ആ വാർത്ത കേട്ട് അബൂജഹലിന്റെ നേതൃത്വത്തിൽ 1000-ൽ പരം വരുന്ന ഒരു സേനയെ സജ്ജീകരിച്ചു. അവരതാ മദീനയിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. 350-ലേറെ കിലോമീറ്റർ സഞ്ചരിച്ച് ബദറിന്റെ പരിസരത്തെത്തുകയാണ്. ആ സമയത്താണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു നിർദ്ദേശം കൊടുക്കുന്നു. സൂറത്ത് ഹജ്ജിൽ ആയത്ത് കാണാം. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമു വ ഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ അല്ലദീന ഉഖ്രിജു മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഖിൻ ഇല്ലാ യഖൂലു റബ്ബുനല്ലാഹ്.
ഉദിന ലില്ലദീന യുഖാതലൂന, ഇങ്ങോട്ട് യുദ്ധം അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു ജനവിഭാഗത്തിന് അള്ളാഹു സമ്മതം കൊടുത്തിരിക്കുന്നു പ്രതിരോധിക്കാൻ. ആ പ്രയോഗം മുഫസ്സിരീങ്ങൾ പ്രത്യേകം എടുത്തു പറയുന്നു. സാധാരണ അള്ളാഹു പലതും അങ്ങോട്ട് കൽപ്പിക്കല. എങ്ങനെ? അഖീമുസ്സലാ, നിസ്കരിക്കൂ, വആത്തുസ്സക്കാ വഅത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്, ഇതൊക്കെ കൽപ്പനകളാണ് പുറപ്പെടുവിക്കല. എന്നാ സായുധ പ്രതിരോധത്തിൻ്റെത് അള്ളാഹു എന്തല്ല കൽപ്പിച്ചതല്ല, പിന്നെയോ ഉദിന, സമ്മതം നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പ്രസ്താവിക്കാൻ. അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? മുഫസ്സിരീങ്ങൾ എഴുതിയത് കാണാം. നേരത്തെ 70 ചില്ലാനം ആയത്തുകളിലൂടെ നിങ്ങൾ ആയുധമെടുക്കരുത് എന്ന് നിരോധിച്ചത് കൊണ്ടാണ് ഇപ്പം സമ്മതം തന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കണം, സമ്മതം തരാനുള്ള പശ്ചാത്തലം എന്താ? അത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും ഇപ്പോൾ കേവലം സിവിലിയൻ കൂട്ടായ്മ മാത്രമല്ല. ഇപ്പം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭരണാധികാരിയാണ്. ഒരു ഭരണാധികാരിയുടെ ചുമതലയാണ് ആ നാടിനെയോ നാട്ടിലെ ജനങ്ങളെയോ ആക്രമിക്കാൻ. അക്രമകാരികൾ വന്നാൽ അവരിൽ നിന്ന് ആ രാജ്യത്തെ പ്രതിരോധിക്കേണ്ടത് ആരുടെ ബാധ്യതയാണ്? ഭരണകൂടത്തിന്റെ ബാധ്യതയാണ്. ഇത് ലോകം അംഗീകരിക്കുന്നതല്ലേ? ഇന്ത്യക്ക് പ്രതിരോധ മന്ത്രിയും പ്രതിരോധ മന്ത്രാലയവും സേനയുമില്ലേ? പാകിസ്ഥാനിനില്ലേ? അമേരിക്കക്കില്ലേ? സൗദിക്കില്ലേ? ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും ആ സംവിധാനമുണ്ട്. അതേ സംവിധാനമാണ് ഇസ്ലാമിലെയും സായുധ പ്രതിരോധം എന്നത്. അത് സിവിലിയന്മാര് സംഘടിപ്പിക്കുന്ന ഏർപ്പാടല്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തന്റെ നാട്ടിന്റെ സമാധാനം നിലനിർത്തണം, അക്രമകാരികളെ പ്രതിരോധിക്കണം. അതിന് അല്ലാഹു സമ്മതം കൊടുത്തു. ഇതിനൊക്കെ ചില ആളുകൾ വേറെ ചില റൂട്ടിലൂടെ കൊണ്ടുപോകാറുണ്ട്. തീവ്രവാദ ചിന്ത പ്രചരിപ്പിക്കുന്ന ആളുകൾ എന്താ പറയാ, അവിടെ 313 ആളല്ലേ, നമ്മൾ മറ്റൊരു 1000-ലധികം ആളില്ലേ, അപ്പൊ ന്യൂനപക്ഷാണെങ്കിലും ഭൂരിപക്ഷത്തെ നേരിടണമെന്നതിന്റെ തെളിവാണ് ബദർ എന്ന് പറഞ്ഞ് ദുർവ്യാഖ്യാനിക്കണം. അതിനല്ല ഇത് തെളിവ്. ഇത് ഭരണാധികാരി ന്യൂനപക്ഷോ ഭൂരിപക്ഷോ എന്നുള്ളിടത്തൊക്കെ ഇസ്ലാമിന് ചർച്ച ഉണ്ട്. സായുധ പ്രതിരോധം നടത്തണമെങ്കിൽ ശത്രുക്കളുടെ ഏകദേശം എത്ര ആൾബലമെങ്കിലും വേണമെന്ന് ചർച്ച നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു പ്രത്യേക കേസാണ്. ഇത് അല്ലാഹു തആല പ്രത്യേക കേസായിട്ട് അനുവദിച്ചതാണ്. ബദർ നിവൃത്തിയില്ല. ഈ ഒരു ചെറു സംഘം നശിപ്പിക്കപ്പെട്ടു പോയാൽ പിന്നീട് ഇസ്ലാം നിലനിൽക്കുകയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ശത്രുക്കളുടെ ആധിക്യം പോലും പരിഗണിക്കാതെ മലക്കുകളെ ഇറക്കി സഹായിക്കാമെന്ന് പ്രത്യേകമായി സമ്മതം കൊടുത്തൊരു സംഗതിയാണ്. അതിനെ ചൂണ്ടിക്കാണിച്ച് ഇന്ത്യ പോലുള്ള രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷത്തിനെതിരെ പോരാടണമെന്ന് പറയുന്നത് അത് ആത്മഹത്യാപരമായ ആശയമാണ്. ഇത്തരം ആശയങ്ങളൊക്കെ കടന്നു വരുന്നത് എവിടുന്നാണ്? ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിന്റെ പവിത്രമായ ജിഹാദ് എന്ന ആശയത്തെ തെറ്റായ രീതിയിൽ ദുർവ്യാഖ്യാനിക്കുകയും അത് ഭരണം സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായുള്ള ഒരു സംവിധാനമായി ചുരുട്ടിക്കെട്ടുകയും ചെയ്തപ്പോൾ ഇസ്ലാം തെറ്റുദ്ധരിക്കപ്പെട്ടു. അങ്ങനെയാണ് ലോകത്ത് ഇസ്ലാമിന്റെ പേരിൽ തീവ്രവാദ ചിന്ത വളരുന്നത്. ഈ ആശയത്തെ ഈജിപ്തുകാരായ അൽ ഇഖ്വാൻ എന്ന് പറയുന്ന ബ്രദർഹുഡിന്റെ നേതാക്കന്മാര് മൗദൂദിയിൽ നിന്ന് സ്വീകരിച്ചു. അങ്ങനെയാണ് സയ്യിദ് ഖുത്ബ് പോലുള്ള ഈജിപ്ഷ്യൻ നേതാക്കന്മാർ ഈ ആശയത്തിലേക്ക് ആകൃഷ്ടരായി. കാരണം അവർക്ക് എന്താ വേണ്ടത്? അവിടെയുള്ള ഭരണകൂടത്തെ അട്ടിമറിച്ചിട്ട് ഭരണം നടത്തും. അതിന് ഇസ്ലാമിനെ അതിനുള്ള ഒരു പ്രത്യയശാസ്ത്രമായി അവതരിപ്പിക്കണം. അങ്ങനെ മൗദൂദി എന്ന ആശയത്തെ അവരും സ്വീകരിച്ചു. ISIS പോലുള്ള വിഭാഗങ്ങളും ഈ ആശയം സ്വീകരിച്ചു. ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും മുല്ലപ്പൂ വിപ്ലവം എന്ന് പറഞ്ഞ് അവിടെ അട്ടിമറി ഉണ്ടാക്കി, അസ്വസ്ഥതയുണ്ടാക്കി അവര് വിഭാവനം ചെയ്യുന്ന ഒരു ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ എന്ന് പറഞ്ഞ് തീവ്രവാദ പ്രവർത്തനം നടത്തി. ഇറാഖിലും സിറിയയിലും ഒക്കെ IS-കാർ ചെയ്തത് എന്താണ്? അവർ ഇസ്ലാമിന്റെ പാരമ്പര്യ ഇസ്ലാമിന്റെ എല്ലാ ചിഹ്നങ്ങളെയും തച്ചുടക്കുന്ന തീവ്രവാദ പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. ഇത് ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കിയ മതരാഷ്ട്രവാദം എന്ന സിദ്ധാന്തത്തിന്റെ ഭാഗമായി രൂപപ്പെട്ടതാണ്. എന്നിട്ട് അവർ പറഞ്ഞു, ഇസ്ലാമേതര ഭരണ സംവിധാനങ്ങളോട് സഹകരിക്കുന്നത് അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാകുന്ന ബഹുദൈവാരാധനയുടെ ഭാഗമാണ്. അതാണ് ഏറ്റവും അപകടകരമായ ഒരു ഭാഗം.
ഞാൻ വെറുതെ പറയല്ല. ഇത് ജമാഅത്തെ ഇസ്ലാമിക്കാർ പുറത്തിറക്കിയ മതേതരത്വം, ദേശീയത്വം, ജനാധിപത്യം ഒരു താത്വിക വിശകലനം അബുൽ അഅ്ല മൗദൂദി. നിങ്ങൾ വിചാരിക്കും ജമാഅത്തെ ഇസ്ലാം ഇപ്പം മാറിയിട്ടുണ്ട് അല്ലേ? ജമാഅത്തെ ഇസ്ലാമിയുടെ കാപഢ്യമാണെന്നുള്ളതിന് തെളിവാ ഈ ബുക്ക് എപ്പോൾ ഇറങ്ങിയാ നിങ്ങള്? ഒരു മൗദൂദിനെ തള്ളിപ്പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടും 2021 ഇറങ്ങിയ പുതിയ എഡിഷനാണ്. 2021 ഇതില് ജനാധിപത്യ സംവിധാനവുമായി സഹകരിക്കുന്നതിനെ കുറിച്ച് മൗദൂദിയുടെ വർത്തമാനം അവർ എഴുതി വെച്ച് ഞാൻ വായിക്കാം. മുസൽമാന്മാരെ സംബന്ധിച്ചിടത്തോളം ഞാനിതാ അവരോട് തുറന്ന് പ്രസ്താവിക്കുന്നു, ആധുനിക മതേതര ദേശീയ ജനാധിപത്യം നിങ്ങളുടെ ഇസ്ലാമിനും ഈമാനിനും ഘടകവിരുദ്ധമാണ്. നിങ്ങൾ അതിന്റെ മുമ്പിൽ സർവാത്മന തലകുനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിശുദ്ധ ഖുർആനെ പിറകോട്ട് വലിച്ചെറിയലായിരിക്കും. നിങ്ങൾ അതിന്റെ സ്ഥാപനത്തിലും നടത്തിപ്പിലും പങ്കുവഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തിരുദൂതരോട് ചെയ്യുന്ന കടുത്ത വഞ്ചനയായിരിക്കും. ഈ ജനാധിപത്യ സംവിധാനത്തിന്റെ സ്ഥാപനത്തിലൊക്കെ സഹകരിച്ച് അതിന്റെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അതിന്റെ ആളായാല് നിബിധങ്ങളോട് കടുത്ത വഞ്ചന കാണിക്കലായിരിക്കും. പിന്നെ പറയണത് എന്താ? നിങ്ങൾ അതിന്റെ കൊടി പിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദൈവത്തിനെതിരെ രാജ്യദ്രോഹ കൊടി ഉയർത്തലായിരിക്കും. ഏതൊരു പരിശുദ്ധ ഇസ്ലാമിന്റെ പേരിൽ മുസ്ലിങ്ങളെന്ന് നിങ്ങൾ സ്വയം അവകാശപ്പെടുന്നുണ്ടോ അതിന്റെ ആത്മാവും ഈ അവിശുദ്ധ വ്യവസ്ഥയുടെ ആത്മാവും തമ്മിൽ തുറന്ന സമരത്തിലാണ്. അതിന്റെ മൗലിക തത്വങ്ങളും ഇതിന്റെ മൗലിക തത്വങ്ങളും തമ്മിൽ പ്രത്യക്ഷ സംഘട്ടനത്തിലുമാണ്. നിങ്ങൾ പരിശുദ്ധ ഖുർആനും തിരുദൂതരും ആവിഷ്കരിച്ച ഇസ്ലാമിലാണ് യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നതെങ്കിൽ നിങ്ങൾ എവിടെയായിരുന്നാലും ശരി മതേതര ഭൗതിക സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായ ഈ ദേശീയ ജനായത്തത്തെ പ്രതിരോധിക്കുകയും പകരം ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായ അമാനുഷിക പ്രാതിനിധ്യത്തിന്റെ സ്ഥാപനാർത്ഥം സമരം നടത്തുകയും ചെയ്യേണ്ടത് നിങ്ങളുടെ ഒഴിച്ചുകൂടാനാകാത്ത കർത്തവ്യം മാത്രമാകുന്നു. ഏത് രാജ്യത്താണ് നിങ്ങളെങ്കിലും ആ ജനാധിപത്യ ഭരണ സംവിധാനത്തെ തകർത്ത് അവിടെ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാൻ വേണ്ടി പോരാടുക എന്നുള്ളത് നിങ്ങളെ കർത്തവ്യമാണ്. അപ്പൊ നിരന്തരം ഈ ജനാധിപത്യ സംവിധാനത്തോട് കലഹിക്കണം എന്ന് ഇന്ത്യൻ മുസ്ലിമീങ്ങളോട് മൗദൂദി ആഹ്വാനം ചെയ്തു. ഇതിന്റെ ഭീകരമായ അവസ്ഥ എവിടെ എത്തുന്ന അറിയങ്ങൾ? തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയോ മറ്റോ ചെയ്താൽ നമ്മൾ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന പറഞ്ഞത്. ഇത് ജമാഅത്ത് സൈദ്ധാന്തികനായ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എഴുതിയ തെറ്റുധരിക്കപ്പെട്ട ജമാഅത്ത് ഇസ്ലാമി എന്ന പുസ്തകം. ഈ പുസ്തകത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നു ഇതിന്റെ 36-ാമത്തെ പേജിൽ കേട്ടോളിങ്ങൾ, അള്ളാഹുവിന്റെ പരമാധികാരം നിരാകരിക്കുന്ന ഭരണകൂടങ്ങൾ സ്ഥാപിക്കാനും. എന്ത് വാദാണ് പറയുന്നത്? അള്ളാന്റെ പരമാധികാരം ഇവിടെ മോദി ഭരിച്ചുകൊണ്ട് അള്ളാഹ്ക്ക് ഭരണമില്ലാതാവോ? ഇനി പിന്നെ രാജീവ് ഗാന്ധി ഭരിച്ചുകൊണ്ട് അള്ളാഹ്ക്ക് ഭരണമില്ലാതെ അള്ളാഹിന്റെ പരമാധികാരം എവിടെയില്ലേ? ഇവിടെ ആര് ഭരിച്ചാലെന്താ? അള്ളാഹുവിന്റെ പരമാധികാരം നിരാകരിക്കുന്ന ഭരണകൂടങ്ങൾ സ്ഥാപിക്കാനും നിലനിർത്താനും ഉദ്ദേശിച്ചുകൊണ്ട് ഇലക്ഷനിൽ പങ്കെടുക്കുന്നതും സ്ഥാനാർത്ഥിയാവുന്നതും അനനുവദനീയവും പാടില്ലാത്തതും തൗഹീദിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധവുമാണെന്ന് ജമാഅത്തെ ഇസ്ലാമി വിശ്വസിക്കുന്നു. ഈ വീക്ഷണത്തിൽ ഒരിക്കലും മാറ്റം വന്നിട്ടില്ല, വരുന്ന പ്രശ്നവും ഇല്ല. ഇത് 85-ൽ ഇറക്കിയ ബുക്കാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് ആദർശ ബോധം ഉണ്ടെങ്കിൽ ഉറച്ചു നിൽക്കണ്ടേ? ഉറച്ചിക്കാൻ അവർക്ക് കഴിയൂല. കാരണം മനുഷ്യനിർമ്മിത പ്രസ്ഥാനങ്ങൾ അങ്ങനെയാണ്. ആ ആശയത്തിൽ അവർക്ക് ഉറച്ചു നിൽക്കാൻ പറ്റൂല. ഇത് തൗഹീദിനെതിരാന്നാ പറയുക. നമ്മൾ ഇസ്ലാമെന്ന് പുറത്തു പോത്രേ ഇവിടുത്തെ ഭരണകൂടത്തിന്റെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വോട്ട് ചെയ്യുകയും ചെയ്താൽ ഇത് ഈ സമൂഹത്തെ പഠിപ്പിച്ചു എന്ന് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിൽ പോലും അവർ എഴുതി വെച്ചു, ഇവിടെ എന്ത് ചെയ്യാൻ പാടില്ല, ഭരണകൂടവുമായി സഹകരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു തൊഴിൽ സ്വീകരിക്കുകയോ ഉദ്യോഗം സ്വീകരിക്കുകയോ MLA ആകുകയോ ഒക്കെ ചെയ്താൽ അത് കൊടും പാതകമാണ്. ഇതവരെ ഭരണഘടന. ഈ ഭരണഘടന 1996 ഡിസംബർ വരെയുള്ള പരിഷ്കരണത്തോടുകൂടെ ഉള്ളതാണ്. ഇതിൽ തന്നെ പറയണം എന്താ കേട്ടോ നിങ്ങള്,
ഇതില് ഉത്തരവാദിത്തം ജമാഅത്തെ ഇസ്ലാമിയിലെ മെമ്പറായ ഒരാൾ ഉത്തരവാദിത്തം പറയാം. അതിൽ ആറാമത്തത്, ദൈവികമല്ലാത്ത ഏതെങ്കിലും ഭരണ വ്യവസ്ഥിതിയിൽ താൻ വല്ല കുഞ്ചിക സ്ഥാനവും വഹിക്കുന്നവനോ അതിന്റെ നിയമനിർമ്മാണ സഭയിലെ അംഗമോ അതിന്റെ കോടതി വ്യവസ്ഥയിൻ കീഴിൽ ന്യായാധിപ സ്ഥാനത്ത് നിയമിക്കപ്പെട്ടവനോ ആണെങ്കിൽ ആ സ്ഥാനം കൈയൊഴിയുക. മുസ്ലിങ്ങളെ പിറകോട്ട് വലിക്കാൻ ഇതിനേക്കാൾ അപകടമായൊരു വാദം എന്താണ് ഇന്ത്യ രാജ്യത്ത്? ദൈവികമല്ല, അതിപ്പോ ദൈവിക ഭരണമല്ലല്ലോ ഇന്ത്യയിൽ. ദൈവികമല്ലാത്ത ഭരണവ്യവസ്ഥയിൽ വല്ല കുഞ്ചിക സ്ഥാനം വല്ല ഉദ്യോഗ സ്ഥാനം ഉണ്ടെങ്കിൽ രാജിവെച്ചോ. നിയമനിർമ്മാണ സഭയിലെ അംഗമാണെങ്കിലും കോടതി വ്യവസ്ഥയിൽ ന്യായാധിപ സ്ഥാനത്ത് നിയമിക്കപ്പെട്ട ജഡ്ജി ആണെങ്കിലും ഒക്കെ പെട്ടെന്ന് ഒഴിഞ്ഞു പോകണമെന്ന ജമാഅത്തുകാരനാണെങ്കിൽ അപ്പോഴും ഒറിജിനൽ മോമിനാവുള്ളൂ. പിന്നെ ഉദ്ദിഷ്ട മാനദണ്ഡം എന്ന് പറയുന്ന ഖണ്ഡികയിൽ 7-ാം നമ്പറായിട്ട് എഴുതുക, ദൈവികമല്ലാത്ത ഏതെങ്കിലും ഭരണവ്യവസ്ഥിതിയുടെ ഉപകരണമോ അതിന്റെ നിയമങ്ങളുടെ നടത്തിപ്പിൽ സഹായിയോ ആണെങ്കിൽ ആ അഹോവൃത്തി മാർഗത്തിൽ നിന്ന് കഴിയും വേഗം ഒഴിയുക. എത്രയും പെട്ടെന്ന് രാജിവെക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് രാജിവെക്കുക. സഹോദരങ്ങളെ, കേരളത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭ ഉള്ളതുകൊണ്ട് ഈ അപകടകരമായ ആശയം മുസ്ലിങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഉൽപ്പാദിപ്പിക്കുന്ന ഈ അബദ്ധത്തെ അവര് തുറന്നു കാട്ടിയത് കാരണമായി കേരളീയ മുസ്ലിമീങ്ങൾ ഈ ആശയം സ്വീകരിക്കാൻ തയ്യാറായില്ല. അതേ സമയത്ത് ഇന്ത്യയിലെ ഉത്തരേന്ത്യയിലെ ഉറുദു ബെൽറ്റുകളിൽ മൗദൂദിയുടെ ഉറുദു പുസ്തകങ്ങളിലൂടെ ഈ ആശയം അങ്ങ് പ്രചരിപ്പിച്ചു. ഇവിടെ അധികാരത്തിൽ നമ്മൾ വരാൻ പാടില്ല, ഭരണകൂടത്തിൽ പങ്കാളിത്തം വഹിച്ചുകൂടാ, ഉദ്യോഗം ഭരിച്ചുകൂടാ, ന്യായാധിപ സ്ഥാനത്ത് ഇരുന്നുകൂടാ, വാർഡ് മെമ്പറായിക്കൂടാ, ഒരു തൊഴിലും ഗവൺമെന്റിന്റെ അത് ചെയ്തുകൂടാ, അത് ചെയ്താലോ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കാണ് എന്ന് പ്രചരിച്ചപ്പോൾ ഉത്തരേന്ത്യൻ മുസ്ലിമീങ്ങൾ എന്ത് ചെയ്തു? ഈമാൻ കാക്കണല്ലോ, ഇസ്ലാം ഒന്ന് പുറത്തു പോകരുതല്ലോ. അവര് തീരുമാനിച്ചു നമ്മൾ രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കണ്ട, അവര് തീരുമാനിച്ചു നമ്മൾ വിദ്യാഭ്യാസം ചെയ്യണ്ട, നമ്മൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് റിക്ഷയുണ്ടാം. ഇന്ന് പോയോക്ക് നിങ്ങൾ ഉത്തരേന്ത്യയിൽ ഡൽഹിയുടെ വിരിമാറിലൂടെ നടന്നാൽ മുസ്ലിം ചെറുപ്പക്കാരും പ്രായമുള്ളവരും ഒക്കെ ഒരേപോലെ ചെയ്യണ ജോലി എന്താ? മനുഷ്യന്മാരെയും ഏറ്റി റിക്ഷ ഉന്തി ജീവിക്കുകയാണ്. വിറക് വെട്ടികളും വെള്ളം കോരികളുമായി നിലനിൽക്കുകയാണ്. ഈ രാജ്യം ഭരിച്ച ഒരു തലമുറയുടെ മക്കൾ ഈ രീതിയിൽ അധപ്പതിക്കാൻ കാരണം എന്താണ്? ജമാഅത്തെ ഇസ്ലാമി പുറത്തുവിട്ട അപകടകരമായ ഈ വാദമാണ്. നമ്മൾ പറയും, ഇത് പറയുമ്പോൾ ചില ആളുകൾ ഇങ്ങനെ തോന്നും, നമ്മളിപ്പോ എന്തിനാ വിഭാഗീയത പറയുന്നത്? ഇതിവിടെ നിലനിന്നാൽ എന്താ അപകടം നിങ്ങൾ ആലോചിച്ചു. മുസ്ലിം സമുദായത്തെ ഇത്രമാത്രം പിന്നോക്ക വിഭാഗം എന്ന ഓമനപ്പേരിൽ വിളിക്കപ്പെട്ടതിന്റെ പ്രധാന കുറ്റവാളി ആരാ? ജമാഅത്തെ ഇസ്ലാമിയാണ്. അവര് വ്യാപകമായി ഇത് പ്രചരിപ്പിച്ചു. അങ്ങനെ പരിശുദ്ധമായ ഇസ്ലാമിനെ മുസ്ലിമീങ്ങളെ ഇന്ത്യ രാജ്യത്ത് ഒന്നിനും കൊള്ളാത്തവരാക്കാൻ വേണ്ടിയുള്ള ഒരു വാദം ഈ മൗദൂദി കൊണ്ടുവന്നത് ജമാഅത്തെ ഇസ്ലാമി മൗദൂദിയുടെ കാലശേഷവും ഇവിടെ പ്രചരിപ്പിച്ചു. മാത്രമല്ല, ഈ വാദം മുഖേന മുസ്ലിമീങ്ങൾ പിന്നാക്കക്കാരായി എന്നതിന്റെ പുറമെ ഉണ്ടായ വലിയ അപകടം എന്താണ്? മുസ്ലിങ്ങളെ വിമർശിക്കുന്നവർക്ക് ഇത് നല്ലൊരു വടിയാണ്. ഇതേപോലെ മതരാഷ്ട്രവാദ സിദ്ധാന്തമുള്ള വേറെ ചില കക്ഷികളുണ്ട്. അവർക്കിതൊരായുധമായി അവരെന്നും ജമാഅത്തെ ഇസ്ലാമിയെ മുന്നിൽ വെച്ചുകൊണ്ടാണ് അവരുടെ പ്രചാരണം നടത്തിയത്. അങ്ങനെ അവർക്ക് അധികാരവും ഭരണവും ഒക്കെ കിട്ടുന്ന അവസ്ഥയിലേക്ക് വന്നു. ആരാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണക്കാര്? ഈ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും നശിപ്പിച്ച് ഇവിടെ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കണമെന്ന് വാദിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ വാദം കാരണമായി ഉണ്ടായിത്തീർന്ന എന്താ? വേറെ ചിലർക്ക് അവരുടെ ലക്ഷ്യം സാധിക്കാൻ എളുപ്പ വഴിയുണ്ടായി എന്നതാണ്. ഇതിനും പുറമെ ഇവിടെ മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ വ്യത്യസ്ത വിഭാഗങ്ങൾക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടാക്കാനും കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനും ഇവരുടെ ഈ ആശയം ഹേതുകമായി തീർത്താൽ തീരാത്ത സംഘർഷങ്ങളും കുഴപ്പങ്ങളും മുസ്ലിം സമുദായത്തിൽ ഈ വാദത്തിലൂടെ കടന്നു വന്നു.
എന്തു വിഷയമുണ്ടെങ്കിലും അവിടെ ഈ തീവ്ര ചിന്ത ഇങ്ങോട്ട് വരും. അതിനെ പ്രതിരോധിച്ചത് മതിയായില്ല, ഒന്നുകൂടി ശക്തമാണ്, നമ്മളെ നേതാക്കന്മാർക്ക് ഭീരുത്വമാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു തലമുറ ഇവിടെ വളർന്നു വന്നു. ജമാഅത്തെ ഇസ്ലാമി രൂപപ്പെടുത്തിയ ആശയ പ്രതലത്തിൽ നിന്നാണ് ഇത്തരം തീവ്രവാദ ചിന്താഗതികളൊക്കെ വളർന്നിട്ടുള്ളത്. അത് കേരളത്തിൽ മാത്രമല്ല, ലോകത്തുടനീളം ആ ഒരാശയധാരയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ആശയങ്ങൾ വന്നത്. ജനാധിപത്യ സംവിധാനത്തോടോ അല്ലെങ്കിൽ ഇസ്ലാമേതര ഭരണ സംവിധാനത്തോടോ നിസ്സഹകരിക്കണം എന്നൊരാശയം ഇസ്ലാമിനില്ല. നിങ്ങൾ നോക്കൂ, സയ്യിദുനാ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം, നബിയും റസൂലുമാണല്ലോ യൂസുഫ് അലൈഹിസ്സലാം. അവിടുന്ന് ശിർക്ക് ചെയ്യൂലല്ലോ. ഇസ്ലാമേതര ഭരണകൂടവുമായി സഹകരിച്ച് ഭരണകൂടത്തിൽ പങ്കാളിത്തം വഹിച്ച നബിയാണ് അവിടുന്ന്. മഹാനവറുകൾ തന്നെ പറഞ്ഞത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്നുണ്ട്, ഖാല ഇജ്അല്ലി അലാ ഖസാഇനിൽ അർളി ഇന്നി ഹഫീളുൻ അലീം. അന്നതാ ഈജിപ്തിലെ ഭരണാധികാരിയോട്, അസീസ് രാജാവിനോട് നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു, രാജ്യം തകർച്ചയെ നേരിടുകയാണ്, കടുത്ത ദാരിദ്ര്യവും ജലക്ഷാമവും വന്നു, കൃഷി നശിച്ചു. ഇനി നാടിനെ സമുദ്ധരിക്കാൻ നിങ്ങൾ എന്നെ ഭരണത്തിൽ പങ്കാളിയാക്കുക, ഞാൻ നിങ്ങളുടെ സാമ്പത്തിക കാര്യം കൈകാര്യം ചെയ്തോളാം. അങ്ങോട്ട് ചെല്ലുകയാണ്. അന്നത്തെ ഭരണാധികാരി ഇസ്ലാമിക ഭരണമല്ല അവിടെ നടത്തുന്നത്, ഈജിപ്തില്. അത് ഖുർആനിൽ തന്നെ കാണാം. മറ്റൊരു വിഷയം അല്ലാഹ് പറഞ്ഞപ്പോ, വകദാലിക കിദ്നാ ലിയൂസുഫ മാ കാന ലിയഖുദ അഖാഹു ഫീ ദീനിൽ മലിക് ഇല്ലാ അൻ യശാ അല്ലാഹ്. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ തന്റെ സഹോദരൻ ബിന്യാമീനെ പിടിച്ചു വെക്കണല്ലോ. ആ ചരിത്രം കഥയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കൊട്ടാരത്തിലേക്ക് അരി വാങ്ങാൻ വന്നതാണ്. അപ്പൊ അനുജനെ മറ്റുള്ളവരറിയാതെ തന്റെ കൂടെ തന്നെ പാർപ്പിക്കണം. ഇതിനു വേണ്ടി ഒരു തന്ത്രം എടുത്തതാണ്. ആ തന്ത്രം എന്തായിരുന്നു? തന്റെ അളവ് പാത്രം അനുജന്റെ പാത്രത്തിന്റെ ഉള്ളിൽ വെച്ച് ഒളിപ്പിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇവിടുത്തെ അളവ് പാത്രം നിങ്ങളെ കൂട്ടത്തിലുള്ള ആരോ കട്ടെടുത്തിട്ടുണ്ട്. അവരൊന്നിച്ച് നിഷേധിച്ചു, ഞങ്ങൾ അങ്ങനെ കട്ടിട്ടില്ല. അപ്പൊ നിങ്ങളെ ഏതെങ്കിലും ലഗേജിൽ നിന്ന് അത് കിട്ടിയാൽ എന്താ ചെയ്യേണ്ടത് അങ്ങോട്ട് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ആരെ ലഗേജിൽ നിന്നാണ് കിട്ടിയത് ഓലങ്ങൾ പിടിച്ചോളി, ഞങ്ങളെ നാട്ടിലെ നിയമത, ആ നിയമങ്ങൾ നടപ്പാക്കിയോടെ. അവിടെയാണ് അല്ലാഹ് പറയുന്നത്, മാ കാന ലിയഖുദ അഖാഹു ഫീ ദീനിൽ മലിക്. യൂസുഫ് നബി അലൈഹിസ്സലാമിന് തന്റെ സഹോദരനെ ഈജിപ്തിലെ രാജാവിന്റെ നിയമം അനുസരിച്ച് പിടിച്ചു വെക്കാൻ വകുപ്പില്ല. കട്ടാൽ കട്ട മുതൽ കയ്യിൽ തൊണ്ടി പിടിക്കപ്പെട്ടവനെ പിടിച്ചു വെക്കാൻ ആ നിയമം അനുസരിച്ച് വകുപ്പില്ല. അത് കനാനിലെ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ നാട്ടിലെ നിയമമാണ്. അപ്പൊ ആ നിയമം അനുസരിച്ച് നിങ്ങൾ പിടിച്ചോളൂ എന്ന് അവരെ കൊണ്ട് ഇങ്ങോട്ട് പറയിപ്പിക്കാൻ യൂസുഫ് നബി അലൈഹിസ്സലാമിന് നാമാണ് തന്ത്രം പറഞ്ഞു കൊടുത്തത് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അപ്പൊ അതിന് നമുക്ക് മനസ്സിലാകുന്ന എന്താ? ഈ രണ്ട് ഭരണവും രണ്ടാണ്. ഈജിപ്തിൽ ഭരണം പ്രവാചകന്റെ ഇസ്ലാമിക ഭരണമല്ല. പക്ഷെ എന്നിട്ടും ആ ഭരണ സംവിധാനത്തിന്റെ ഭാഗമാകുകയും ആ രാജ്യത്തെ അഭിവൃദ്ധിപ്പെടുത്താൻ വേണ്ടി നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം സഹകരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇസ്ലാമേതര ഭരണ സംവിധാനത്തോട് സഹകരിക്കൽ ശിർക്കാണ് എന്ന വാദം ഖുർആൻ കൊണ്ട് തന്നെ പൊളിഞ്ഞു പോകുകയാണ്. മാത്രമല്ല, നിങ്ങൾ നോക്കൂ, കേരളത്തിന്റെ ചരിത്രം. മഹാന്മാരായ സ്വഹേബത്തെ കിറാമല്ലേ കേരളത്തിൽ വന്നത്? അവര് വന്ന കാലത്ത് ഇവിടെ മുസ്ലിങ്ങളാണോ ഇവിടെ കേരളം ഭരിക്കുന്നത്? അല്ല, ആ ഭരണകൂടവുമായി സഹകരിച്ചല്ലേ അവര് പോയത്. ആ ഭരണാധികാരികളല്ലേ മുസ്ലിമീങ്ങൾക്ക് പള്ളി ഉണ്ടാക്കാൻ സ്ഥലം കൊടുത്തത്. അതേ പാരമ്പര്യമല്ലേ 1000 ആണ്ട് പഴക്കമുള്ള കോഴിക്കോട് കാളിമാരുടെ ചരിത്രം. അവരും ഇവിടത്തെ സാമൂതിരി ഉൾപ്പെടെയുള്ള ഭരണ സംവിധാനവുമായി സഹകരിച്ചു പോയവരല്ലേ. എത്ര വലിയ ആലിമീങ്ങളായിരുന്നു മഖ്ദൂമുമാര്. അവരാ കാലഘട്ടത്തിലെ ഭരണകൂടത്തോടൊപ്പം ചേർന്നല്ലേ ഫ്രഞ്ചുകാരെ അടക്കം തുരത്താൻ വേണ്ടി പോരാട്ടം നടത്തിയത്. നമ്മളെ മുൻഗാമികളൊക്കെ ഇസ്ലാമേതര ഭരണാധികാരികളോടൊപ്പം സഹകരിച്ച് നിന്നാണ് ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനം നടത്തിയത്. ആ സഹകരണ സംവിധാനങ്ങളൊക്കെയും ശിർക്കാണ്, കുഫറാണെന്ന് വാദിച്ച് ഇസ്ലാമിക ഭരണം എന്ന പേരിൽ ജമാഅത്തെ ഇസ്ലാമി ആവിഷ്കരിക്കുന്ന ഒരു ഭരണമുണ്ട്.
അത് വന്നാലേ നമ്മൾ ശരിയായ മുസ്ലിമാവൂ എന്ന വാദം അത് അബദ്ധമാണ്, അപകടമാണ്. അത് മുസ്ലിമീങ്ങൾക്കുണ്ടാക്കിയ പരിക്ക് ചെറുതല്ല. ഈ രീതിയിലാണ് അവര് വാദഗതികൾ കൊണ്ടുപോയത്. അവസാനം എന്തായി? നമ്മൾ ശക്തമായ എതിർത്തു. ഇത് ഒരു ഇസ്ലാമിക പ്രസ്ഥാനമല്ല. നമ്മൾ അന്നും പറയണം, ഇന്നും പറയണം, ജമാഅത്തെ ഇസ്ലാമി ഒരു ഇസ്ലാമിക പ്രസ്ഥാനമല്ല, അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനം. രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി രൂപീകരിച്ചതാണ്. അതിപ്പം സുതാര്യമായി വ്യക്തമായി എല്ലാവർക്കും വളരെ വ്യക്തമായി വന്നില്ല. ഇപ്പൊ അവരെന്ത് ചെയ്തു? രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി. ഇതിലെ ജനാധിപത്യം തൊട്ടുകൂടാൻ പറ്റാത്തതും ശിർക്കും കുഫ്റും എന്ന് പറഞ്ഞു. ഇപ്പം വെൽഫെയർ പാർട്ടി ഉണ്ടാക്കി നോക്കുമ്പോൾ അവരുടെ പുതിയ ഭരണഘടനയില് നേരത്തെ നമ്മൾ പറഞ്ഞ ഉദ്യോഗസ്ഥാനത്തും മറ്റൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഒയ്യണമെന്ന് പറഞ്ഞില്ലേ, കുന്താടി ചേരിച്ചിട്ട് ഓലതാ പറയണെന്താ നിങ്ങള് ഗണ്ണി കേട്ട് 6-ാം ഭാഗം പറയാണ്. ഭരണകൂടത്തിൽ ഏതെങ്കിലും ഉദ്യോഗം വഹിക്കുകയോ അതിന്റെ നീതിന്യായ വ്യവസ്ഥയിൽ ന്യായാധിപ സ്ഥാനം വഹിക്കുകയോ ഏതെങ്കിലും നിയമനിർമ്മാണ സഭയിൽ അംഗമായിരിക്കുകയോ ആണെങ്കിൽ അത് രാജിവെക്കാന്നല്ലേ നേരത്തെ നമ്മൾ വായിച്ച്. ഇപ്പം പറയാണ്, സത്യത്തിനും നീതിക്കും വിരുദ്ധമായ അതൊന്നും ചെയ്യാതിരിക്കുക. അതാണ് മിണി. നേരത്തെ പറഞ്ഞു അതൊക്കെ വേഗം രാജിച്ചു പോന്നോളന്നാലേ മാപ്പിളയാവുള്ളൂ. ഇപ്പം പറയണ അത് വേണ്ട, സത്യത്തിനും നീതിക്കും നിരക്കാത്തൊന്നും ചെയ്യാഞ്ഞാ മതി. ജമാഅത്തെ ഇസ്ലാമി സമുദായത്തെ സമുദ്ധരിച്ച പ്രസ്ഥാനമാണോ പിന്നോട്ട് വലിച്ചതാണോ? 10-70 കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 80ഓളം കൊല്ലങ്ങളാകുമ്പോഴാണ് 70ഓളം കൊല്ലങ്ങളാകുമ്പോഴാണ് അവർക്ക് ബോധം വരുന്നത്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആലിമീങ്ങൾ അന്ന് ഇവരെ നല്ല രീതിയിൽ പ്രതിരോധിച്ചില്ലായിരുന്നുവെങ്കിൽ മുസ്ലിങ്ങളുടെ അവസ്ഥ ഇന്ന് ഇതിനേക്കാൾ പരിതാപകരമാകുമായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി ഇതോടുകൂടെ അതാ മാറാൻ പോകുകയാണ്. അവരുടെ ശിർക്കും തൗഹീദും ഒക്കെ അട്ടിമറിഞ്ഞു. ഇപ്പോഴിതാ ആശയ പരിണാമം വന്നു. 1975 ജൂൺ 25 അടിയന്തരാവസ്ഥ വന്നു. 77-ലാണ് ജമാഅത്തുകാർ കന്നി വോട്ട് നടത്തും. അതിലെ വോട്ടെടുക്കൽ ശിർക്കാണെന്ന് പറഞ്ഞിട്ട് അന്നൊന്ന് നടത്തും. അന്ന് ആദ്യമായിട്ട് അവര് വോട്ട് ചെയ്തത് ജനതാ പാർട്ടി. പിന്നീട് മൂല്യം നോക്കി വോട്ട് ചെയ്യാൻ തുടങ്ങി. ഒരു മത്സരിക്കലൊന്നുമില്ല, മൂല്യം നോട്ട് വോട്ട് ചെയ്യും. ഒരിക്കലും ഒരു സിനിമാ നടന് മൂല്യമുണ്ട്, സമദാനിക്ക് മൂല്യമില്ല, അങ്ങനെ ഉണ്ടായിന് ഒരിക്കൽ. അങ്ങനെ ഓരോ മൂല്യം നോക്കൽ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞു നിലവിലുള്ള 2 മുന്നണിയും ശരിയല്ല എന്ന് പറഞ്ഞിട്ടാണ് വെൽഫെയർ പാർട്ടി ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഏതെങ്കിലും ഒരു മുന്നണിയിൽ കയറി പറ്റാനുള്ള പരിപാടിയില്ല. എല്ലാ ശിർക്കും തൗഹീദാക്കി മാറ്റാൻ പോവാണ്. അങ്ങനെ അതാ പരിശുദ്ധമായ ഇസ്ലാമിന്റെ എല്ലാ ആശയങ്ങളെയും അട്ടിമറിച്ച് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിച്ച് മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് ആഘാതമുണ്ടാക്കി. സമുദായത്തിൽ പല തരത്തിലുള്ള ഫിത്നകൾക്കും ഇത് കാരണമാകുന്നു. ജമാഅത്തുകാർ രൂപപ്പെടുത്തിയ ഒരു വികാരമുണ്ട്. ആ വികാരത്തിന്റെ പിറകെയാണ് ഇന്ന് ഒരു പറ്റം യൗവനം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരാണ് ചെറിയ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് അവിടെ ഇളകി പുറപ്പെടും. ജനാധിപത്യ രാജ്യത്തിന് ഒരു മര്യാദ, ആ മര്യാദ അനുസരിച്ച് പ്രതിഷേധിക്കാനും അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യാനും ഒക്കെ ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. അതിൻ്റെയും അപ്പുറത്തേക്ക് ഈ സമുദായത്തെ കൊണ്ടുപോകണം എന്നൊരാശയത്തിലേക്ക് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ആശയ അടിത്തറ നൽകിയിട്ടുള്ളത് ജമാഅത്തെ ഇസ്ലാമിയാണ്. അങ്ങനെ ലോകത്ത് തന്നെ മുസ്ലിമീങ്ങൾക്ക് നേരെ പലതരത്തിലുള്ള ആരോപണങ്ങൾക്കും ഇവരുടെ ഈ ആശയം കാരണമായി. എത്രത്തോളം എന്ന് ചോദിച്ചാൽ പല സ്ഥലങ്ങളിലും ഇന്ന് പറയുന്നത് മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളല്ല, എന്നാൽ തീവ്രവാദികളെല്ലാം മുസ്ലിങ്ങളാണ്. ആദ്യം കുറച്ച് എണ്ണ വരട്ടിട്ട് മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളല്ല, പിന്നെ തീവ്രവാദികളെല്ലാം മുസ്ലിങ്ങളാണ്. ഇങ്ങനത്തെ പറഞ്ഞു. നിങ്ങൾ ആലോചിച്ചു, നമ്മളെ പരിസരത്ത് നമ്മൾ ചിന്തിച്ചാൽ ഇത് വസ്തുതക്ക് നിരക്കുന്നതാണോ ഇത്തരം ആരോപണങ്ങൾ? ഒരിക്കലും അല്ല. ഒരു മുസ്ലിമും തീവ്രവാദിയല്ല. മുസ്ലിമിന് തീവ്രവാദിയാകാൻ കഴിയില്ല. നമ്മൾ പറഞ്ഞല്ലേ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ? അത് സമാധാനത്തിന്റെ സന്ദേശം. അതേ സമയത്ത് തീവ്രവാദികളെല്ലാം മുസ്ലിങ്ങളാണെന്ന് ആർക്കെങ്ങനെ പറയാൻ കഴിയും? ഇപ്പൊ നമ്മളെ ഈ കേരളത്തെയും കർണാടകയും തമിഴ്നാടിനെയും ഒക്കെ മുൾമുനയിൽ നിർത്തിയിരുന്ന ഒരു ഭീകരനുണ്ടായിരുന്നു.
വീരപ്പൻ. അയാൾ മുസ്ലിം. എത്ര ആളെ കൊന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ LTT-കാർ ഒരു മുസ്ലിങ്ങളാ. തീവ്രവാദ പ്രവർത്തനം നടത്തി നമ്മളെ പ്രധാനമന്ത്രി വരെ കൊന്നവരല്ലേ. പഞ്ചാബിലെ ഖലിസ്ഥാൻവാദികളായി വന്നവർ പഞ്ചാബിലെ സിഖുകാരായിരുന്നു, മുസ്ലിങ്ങളല്ല. അതുപോലെ തന്നെ നമ്മളെ കേരളത്തിൽ അടക്കം പ്രവർത്തിച്ചിരുന്ന നക്സലേറ്റുകൾ, അവർക്ക് മുസ്ലിം എന്ന വാദത്തിന്റെ പേരിലാണ് അവർ തീവ്രവാദികളായത്? അല്ലല്ലോ. ഇപ്പോഴും നാഗാലാൻഡിലുണ്ട്, അതുപോലെ തന്നെ മണിപ്പൂരിലുണ്ട്. അവരൊന്നും മുസ്ലിം ആളുകളുടെ പേരുള്ളവരും കൂടിയല്ല. അപ്പൊ ഇത് വെറുതെ ഒരു ആരോപണം പൊതുവായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ പ്രചരിപ്പിക്കുന്നവർക്കൊക്കെ വടി കൊടുത്തിട്ടുള്ളത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ ആദർശം, അവരുടെ ഈ ആശയം. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഇസ്ലാമിന്റെ പവിത്രമായ ആശയത്തെയും ആദർശത്തെയും നമ്മൾ മനസ്സിലാക്കി പാരമ്പര്യമായി നമ്മൾ വിശ്വസിച്ചു വന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ സ്വീകരിച്ച ഒരു റൂട്ട്, ആ റൂട്ടിലൂടെ പോയെങ്കിലേ നമുക്ക് നമ്മളെ ലക്ഷ്യത്തിലെത്താൻ പറ്റും. അതിന്റെ ഇപ്പുറത്ത് ഏത് തീവ്ര ചിന്തയുടെ പിറകെ നമ്മൾ പോയാലും നമ്മൾ ലക്ഷ്യത്തിലെത്തൂല. നമ്മൾ സമാധാനത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കേണ്ടവരാണ്. അതാണ് പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, ദീനുൽ ഇസ്ലാമിന്റെ പവിത്രമായ ഇത്തരം ആശയങ്ങളെ വികലമാക്കിയിട്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് വലിയ ആഘാതം. അവരിവിടുത്തെ എല്ലാവരുടെയും എതിർപ്പിന് പാത്രമായി. ഇനി അവർക്ക് എങ്ങനെയെങ്കിലും അവരുടെ ആ മുഖമുദ്ര ഒന്ന് മായ്ച്ചു കളയാം. പിന്നീടുള്ള ശ്രമം അതിനു വേണ്ടിയാണ്. മതേതരത്വം തെളിയിക്കണം. മതേതരത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് അവരിപ്പം പെടാപാട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി എന്തെല്ലാം കോപ്രായങ്ങളെ നടത്താറ്. മിഹ്റാബിലേക്ക് ആണിനും പെണ്ണിനെയും മുസ്ലിമിനെയും അമുസ്ലിമിനെയും എല്ലാവരും വിളിച്ചിരുത്തി ഇരുത്തിയിട്ട് ജുമാഅത്ത്. ഇത് സുന്നിയക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾക്ക് അങ്ങനെ മതേതരത്വം തെളിയിക്കേണ്ട ആവശ്യമില്ല. അതെല്ലാവർക്കും തുറന്ന രീതിയിൽ അറിയണതാണ്. ഇങ്ങനെ മതേതരത്വം തെളിയിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ മുൻഗാമികൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നത്? ജുമാക്കും ജമാഅത്തിനും എല്ലാ മതവിഭാഗത്തെയും കൊണ്ടിരുത്തുക. ഞങ്ങൾ ഇതാട്ടോ അവിടെ ചെയ്യണത്, ഞങ്ങൾ വേറൊന്നും പറയണില്ലട്ടോ എന്ന് പറയും. ഇത് പറയേണ്ടി വന്നു എന്തുകൊണ്ടാ? ഈ ആശയം ഇവിടെ പ്രചരിപ്പിച്ചത് കൊണ്ടല്ലേ. എന്നാ ജമാഅത്തെ ഇസ്ലാമിയുടെ ശരീരത്തിലുള്ള ഈ പുള്ളി അങ്ങനെ വായിച്ചു കളയാൻ പറ്റിയതാണോ? പുള്ളിപ്പുലിയുടെ പുറത്തെ പുള്ളി അങ്ങനെ മായ്ച്ചാ മായില്ല എന്ന് പറഞ്ഞ മാതിരി ഇത് കൂടപ്പിറപ്പാണ്. ജമാഅത്തെ ഇസ്ലാം ഉണ്ടായത് ഈ വിഘടനവാദത്തിലൂടെയാണ്, ഈ തീവ്രവാദത്തിലൂടെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് മായ്ച്ചെടുക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കും. അതിന്റെ ഭാഗമായി പലതും നടത്താം. അത് ഇസ്ലാമിനുണ്ടാക്കുന്ന ആഘാതം വേറെ ഒന്നാണ്. ഈ അടുത്ത് നമ്മളെ കരിപ്പൂരിലുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ പള്ളിയുടെ മിഹ്റാബിൽ നിന്നൊരു ചിത്രം. എന്താ ചിത്രം എന്നറിയുന്നത്? ക്രിസ്മസ് ആഘോഷം. അവിടെ ബാനറുണ്ട്, ക്രിസ്തുവിന്റെ ഫോട്ടോ ഉണ്ട്. എന്നിട്ട് അത് പള്ളിന്റെ മിഹ്റാബിൽ വെച്ചിട്ട് ക്രിസ്മസ് ആഘോഷം. പള്ളിന്റെ മിഹ്റാബ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജന്മദിനം അതിന്റെ പേരിൽ സന്തോഷിക്കുന്ന കഥകളൊന്നും അവരോട് പറഞ്ഞു. അപ്പതാ ശിർക്ക് വന്ന്, കുഫർ വന്ന്. എന്നാൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം നമ്മൾ വിശ്വസിക്കുന്ന പ്രവാചകരാണ്. ദൈവമല്ല, ദൈവത്തിന്റെ അവതാരമല്ല, ദൈവത്തിന്റെ പുത്രനല്ല. ലഖദ് കഫറല്ലദീന ഖാലൂ ഇന്നല്ലാഹ ഹുവൽ ഈസ ഇബ്നു മറിയം. ദൈവം എന്ന് പറഞ്ഞാൽ ഈസ ഇബ്നു മറിയമാണെന്ന് പറഞ്ഞവർ യഥാർത്ഥ അല്ലാഹനെ നിഷേധിച്ചവരാണ് എന്നാ ഖുർആൻ പറയുന്നത്. ലഖദ് കഫറല്ലദീന ഖാലൂ ഇന്നല്ലാഹ ഹുവ ഈസ ഇബ്നു മറിയം. അതുപോലെ തന്നെ അല്ലാഹു പറയുന്നുണ്ട്, ത്രിയേകത്വം വാദിക്കുന്നവരും ശരിയായ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരല്ല. ദൈവത്തിന് പുത്രനുണ്ട് എന്ന് പറഞ്ഞവരുണ്ട്. കാലത്തിൽ യഹൂദു ഉസൈർ ഇബ്നുല്ലാഹ് വഖാലത്തിൻ നസാറ അൽ മസീഹ് ഇബ്നുല്ലാഹ്. നസറാക്കളിലെ ഒരു വിഭാഗത്തിന്റെ വിശ്വാസമാണ് ഈസാ നബി അലൈഹിസ്സലാം ദൈവത്തിന്റെ പുത്രനാണ്. ആ പുത്രൻ ജനിച്ചു എന്ന് പറയാം. അള്ളാഹ്ക്ക് ഏറ്റവും കോപമുള്ള ഒരു സംഗതിയാണ് നമ്മളെപ്പോലെ മക്കളുള്ളവനാണ് പടച്ചോന്ന് പറയുന്നത്. ആകാശഭൂമികൾ പൊട്ടിപ്പിളറാരായി അല്ലാഹു തആല അതിന്റെ ഗൗരവത്തെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. റഹ്മാനി വലദാ, പടച്ച തമ്പുരാന് മക്കളുണ്ട് എന്നവര് വാദിച്ചത് കാരണം അതിന്റെ ഗൗരവം കൊണ്ട് ആകാശം പൊട്ടിപ്പിളരുമാർ പ്രശ്നകലുഷിതമായി.
ഈ ഒരു വിശ്വാസത്തെ പള്ളി മിഹ്റാബിലേക്ക് കൊണ്ടുവന്ന് മതേതരത്വം തെളിയിക്കാൻ ജമാഅത്തെ ഇസ്ലാമി വിധിക്കപ്പെട്ടത് എന്തുകൊണ്ടാ? പാപം ചെയ്തതുകൊണ്ടാണ്. അവര് നേരത്തെ സമൂഹത്തിൽ ഛിദ്രത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിഭാഗീയത പ്രചരിപ്പിച്ചത് കൊണ്ടാണ് അത് മായ്ച്ചെടുക്കാൻ ഈ ശ്രമങ്ങളൊക്കെ നടക്കുന്നത്. അത് ഇസ്ലാമിനുണ്ടാക്കുന്ന പരിക്കൊന്നും അവർക്ക് പ്രശ്നമില്ല, അവർക്ക് രക്ഷപ്പെട്ടു പോരട്ടെ. ഇപ്പൊ വഖഫിന്റെ വിഷയം വന്നാലും മറ്റേത് വിഷയം വന്നാലും ജമാഅത്തെ ഇസ്ലാമി വേഗം ഞങ്ങൾ നല്ല കുട്ടികളാണ് എന്ന് തെളിയിക്കാൻ എന്താണോ അവരെടുത്ത് വഖഫ് ചെയ്യാൻ പറ്റിയത് ആ രീതിയിൽ നിന്നു കൊടുക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ റൂട്ടിലൂടെ അല്ലാതെ അവരുടെയൊക്കെ ബാഹ്യമായ പ്രകടനങ്ങളോ അവര് സമുദായത്തിന്റെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്നവരാ, ഉമ്മത്ത് എന്ന വികാരം ഉയർത്തിപ്പിടിക്കുന്നവരാണ് എന്നൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുമ്പോ നമ്മൾ അതിന്റെ പിറകെ പോകരുത്. നമ്മൾ ഒരാദർശ പ്രസ്ഥാനമാണ്, സമാധാനത്തിന്റെ പ്രസ്ഥാനമാണ്. നമുക്ക് അള്ളാഹുവിന്റെ ദീൻ ഇവിടെ നിലനിൽക്കണം, ദീൻ അനുസരിച്ച് നമുക്ക് ജീവിക്കണം, ഈമാനോടെ മരിക്കണം. അതാണ് ഓരോ മുസ്ലിമിന്റെയും ജീവിത ലക്ഷ്യം എന്ന് തിരിച്ചറിഞ്ഞ് എല്ലാ ബിദ്ഈ കക്ഷികളിൽ നിന്നും മാറി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പാതയിൽ അടിയുറച്ച് നിൽക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അർഹമുർ റാഹിമീനായ റബ്ബ് നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള സദസ്സുകളിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ.